ഹല്ലേലൂയ. ജയിക്കുന്നവരും തോൽക്കുന്നവരും. കരമത്തിൽ മാത്രം കൊടുത്താട്ടെ കർത്താവ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ജയാളികളുണ്ട്, തോറ്റുപോകുന്നവരും. നമ്മളെ തോൽക്കാനല്ല വിളിച്ചത്, ജയിക്കാനാണ്. അപ്പം നമുക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും തോൽക്കേണ്ടി വരുമോ? വചനം കേട്ട് കേട്ട് തഴമ്പിച്ച് കട്ടികൂടി ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ചില ഭാഗങ്ങളുണ്ടാവും. അതിന് കർത്താവ് പറയാണ്, ഹൃദയം കഠിനമാക്കപ്പെട്ട പാറകളാണ്. വചനം കേട്ടാൽ അവർക്ക് കഠിനത വരും. ആത്മാവ് സഭയോട് സംസാരിക്കുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ. വചനം കേൾക്കുമ്പോൾ കഠിനത വരും. വചനം കേൾക്കാൻ ഇഷ്ടമില്ല. ഹല്ലേലൂയ. ഉപദേശം കൈക്കൊള്ളുന്ന ഇഷ്ടമല്ല. നമ്മൾ ചിലരുടെ ഉപദേശം നിർത്തോ മതി, കേട്ട് മതി. ഇത്തിരി ആശ്വാസം കിട്ടാനാണ് ഞാനിവിടെ വന്നത്. പക്ഷെ എന്താ പറയുന്ന ആശ്വാസം ചോദിക്കുമ്പോ, കർത്താവ് 2-3 പേരിട്ടിട്ടുണ്ട്, ഇതിനകത്ത് ഒന്ന് സെലക്ട് ചെയ്ത് എന്റെ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കർത്താവ് പേരൊക്കെ കയ്യിൽ വാങ്ങിച്ചിട്ട് തീ കഷ്ണം എടുത്തിട്ട് തരും. ചിലത് കത്തിപ്പോകാതെ അതൊരു വേണ്ടി നടക്കുകയല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ജയാളിയാകണം. ആമേൻ. തോൽക്കാൻ മനസ്സുള്ളവൻ ജയിക്കത്തില്ല. ശരിയല്ലേ? വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. ഞാൻ ശരിയായൊരു ഡിസിഷൻ എടുത്തുവെങ്കിൽ ഞാൻ പകുതി ദൂരം മുന്നോട്ട് പോയി എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. കലപ്പമേൽ കൈവച്ചിട്ട് സഹോദര ഈ മുഖത്ത് കൊണ്ടിരിക്കുക, അത് ഉറക്കം വരുന്ന, പിന്നെ എന്തോ ഇത്ര ഭാരപ്പെട്ടിരിക്കുന്നത് കാണാം. എന്തെങ്കിലും സംഭവിച്ചോ? അതിനെ പ്രസംഗം നടക്കണം, മൗനധ്യാനമല്ല നടക്കണം. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതാണെങ്കിൽ മൗനധ്യാനമാണെങ്കിൽ നിങ്ങൾ മൗനമായി കുഞ്ഞ്. ഹല്ലേലൂയ. ഞാൻ കുറച്ച് മെഴുകു പ്രതിമകളോട് പ്രബോധകൻ ഇവിടെ നിന്നിട്ട് പാടുപെടുന്നുണ്ടായിരുന്നു. ഓരോന്നിന്റെ ഇരിപ്പും മട്ടും ഭാവം കണ്ടിട്ട്. നിങ്ങൾക്ക് ദൈവവചനത്തോടുള്ള സമീപനം എങ്ങനെയാണ് അതുവരെ ഒഴുക്കി തരും ദൈവം. നിങ്ങൾക്ക് ജയിക്കണ കാര്യം കേൾക്കണോ, തോറ്റവന്റെ കാര്യം കേൾക്കണം? അന്ന് ജയാലികളെ പോലെ കാണാൻ കേൾക്കാൻ കൊതിയുള്ളവർ. നിങ്ങൾക്ക് ഏത് വേണം? ജയാളിയായി തീരണം. ഹല്ലേലൂയ. കരമത്തിന് ഭാഗത്ത് കൊടുത്താണ്. അടുത്ത കരം കൊടുത്ത് പറയും, ഞാൻ ജയാളിയാവുന്നു, എന്റെ യേശു ജയിച്ചിരിക്കുക. ഒന്ന് ആ വലം കൈ കൊണ്ട് കൊടുക്കും. ഇച്ചിരി കൊണ്ട് നീങ്ങിരുന്നാട്ടെ, അല്ലെങ്കിൽ അവിടെ ഇങ്ങോട്ട് നീങ്ങിരുന്നാട്ടെ. ഭാഷക്കറിയില്ലല്ലോ ഞങ്ങളെ വേദന, എല്ലിന്റെ വേദന, കാലുവേദന, കൈവേദന. എന്നാലും ഒന്ന് ഉണർന്നിരുന്നാട്ടെ. ആമേൻ. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ ത്യാഗം സഹിച്ചാലും ചെയ്യുമല്ലോ. ഇഷ്ടക്കേട് വരുമ്പോഴായിരിക്കും. ഞാൻ തമാശ പറഞ്ഞല്ല. 4 മണിക്ക് എഴുന്നേക്കണമെങ്കിൽ 3:30 ഓൾറെഡി ഉണർന്ന് കിടക്കും. ഇഷ്ടമുള്ളതാണെങ്കിൽ. ഇഷ്ടമില്ലാത്താണെങ്കിൽ ഇനിയിപ്പോ രാവിലെ എഴുന്നേറ്റ് പോണമല്ലോ എന്നുള്ളതാണ്. ഞാൻ ജോലിയിലായിരുന്ന സമയത്ത്, ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ചാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, തിരുവനന്തപുരം തന്നിട്ട് വേണം കാസർഗോഡ് ഇടാൻ. ആ ദുഷ്ടനായ മനുഷ്യൻ എനിക്ക് കാസർഗോഡ് അടുത്ത ദിവസം ഇടും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി ഇട്ടു. നമ്മൾ ഈ രാവിലെ എഴുന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് ഇവിടുന്ന് കാസർഗോഡ് പിടിക്കണമെങ്കിൽ തലേന്നേ പോകണം. തലേന്ന് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ അവളോട് പറയുമ്പോൾ പറയും, ഇപ്പൊ തന്നെ പോകണോ? അപ്പൊ ഞാൻ പറയും, ശരിയാണ്, പോകണ്ട, രാവിലെ പോവാം. ഒരു 3 മണിക്ക് എഴുന്നേറ്റ് പോയാലോ? അതും പറ്റുകയല്ല. അവിടുന്ന് തുടങ്ങും, കാസർഗോഡ്. അപ്പൊ ഒരു ദിവസത്തിന് കൂടി കട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നാം വന്നിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ അടുക്കലാണ്. ഈ വചനം നമ്മളെ ചലിപ്പിച്ചില്ലെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾ ആർക്കും ചലിപ്പിക്കാൻ പറ്റുമല്ല. പിശാചിന് പോലും നിങ്ങളെ വേണ്ട. ചിലർ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ പിശാച് എന്റെ ഹൃദയത്തെ ചുമ്മാ എന്നാക്കി വെച്ചേക്കണം എന്നുള്ളത്. അവനെന്നേ നിങ്ങളെ വേണ്ടാന്ന് വെച്ചെന്നറിയൂ. പിന്നെയും വേണ്ടാന്ന് വയ്ക്കാത്തത് ദൈവം മാത്രമാണ്. ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് വീടിനെ അടിച്ചുടച്ച് അതിനകത്തുള്ള പരുവെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പൊന്നു തമ്പുരാൻ കർത്താവ് മാത്രമാണ്. നിങ്ങൾ ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ ആ ഏരിയയിൽ വീണുപോയ 33 ദൂതന്മാരിൽ ആ കുട്ടിച്ചെറുക്കന്മാർ പോലും വരികയല്ല. കാരണം ഇവൻ ഓൾറെഡി ഇവിടെ ഇരിക്കുവാണ്. ഇനി അവന് വേണ്ടിയിട്ട് ഊരെത്തി നമുക്ക് അവിടെ ഇരുന്നോളൂ, നമുക്ക് ഒരു ശല്യപ്പെടുത്തണ്ട, നമുക്ക് വേറെ ആൾക്കാരുടെ അടുക്കളേക്ക് പോവാം.
എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന കഠിന ഹൃദയത്തോടെ ഇരിക്കുന്ന കഠിനഭാരത്തോടെ ഇരിക്കുന്ന അവന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു അപ്പനുണ്ട്. ഇതിനെ കളയാൻ പറ്റില്ലല്ലോ. ഇതൊരിക്കലും എന്റെ നാമത്തെ ഘോഷിച്ചതാണ്. ഇതൊരിക്കലും എന്റെ നാമത്തെ എന്ത് ചെയ്തു? ഏറ്റുപറഞ്ഞു. യേശുവേ, നീ എന്റെ രക്ഷകൻ, നീ എന്റെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞു. നിസ്സാരമല്ല രക്ഷ എന്നുള്ളത്. എന്നിട്ടും ജയിക്കുന്നവരുണ്ട്, തോൽക്കുന്നവരുമുണ്ട്. നമ്മൾ ഈ നാളുകളിലൊക്കെ കേൾക്കുന്ന ശരിയാണ്, പൈസ വന്നു കഴിഞ്ഞപ്പോൾ ആള് മാറിയെന്നു. ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് പണിതാ പൈസ വന്നാലും മാറുകയില്ല, മഴ വന്നാലും മാറുകയില്ല, പെരുവെള്ളം വന്നാലും മാറുകയില്ല, പ്രതികൂലം വന്നാലും മാറുകയില്ല. ഹല്ലേലൂയ. ഉള്ളതുപോലെ പറഞ്ഞ ദൈവസന്നിധി വന്നിട്ട് സമാധാനം. അത് ആദ്യത്തെ 1.5 ആഴ്ച സമാധാനം ഉണ്ടായിരുന്നു. എന്റെ സഹോദരങ്ങളെ, ഈ 1.5 ആഴ്ച കാലത്തും പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നിനക്ക് സമാധാനം ഉണ്ടായിരുന്നു. നീ നേരത്തെ പറഞ്ഞ കർത്താവിന്റെ കൂടാരത്തിൽ ഇരുന്നവന് സമാധാനമുണ്ട്. കർത്താവിന്റെ കൂടാരം വിട്ട് തെന്നി തെന്നി മാറി മാറി പോകുന്നവന് സമാധാനക്കുറവുണ്ടാവും. എന്നിട്ട് പറയുന്നു, വചനം 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 ജീവനും ചൈതന്യവും ഉള്ള ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയതാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളെ ഭാരങ്ങൾ നീക്കിക്കളഞ്ഞൊരു വചനം പറഞ്ഞിട്ട് ഇടപെട്ടതും അങ്ങനെയൊന്നുമല്ല ഞാൻ ചോദിക്കണം. നിങ്ങളുടെ ഭാരം നീക്കിക്കളഞ്ഞ ആദ്യ സ്നേഹത്തിൽ ഇടപെട്ട വചനങ്ങൾ ഒരു വചനം പറഞ്ഞാൽ, ഒരുപാടൊന്നും പറയണ്ട, ഒന്നെങ്കിലും. അത് ഇപ്പോഴും ഒരു ഭാരമില്ലാത്തൊരു സഹോദരി. നിങ്ങൾ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു വചനം പറയരുത്. നിങ്ങൾ അന്നാളിൽ നൊസ്റ്റാൾജിയിലോട്ട് എല്ലാവരും ഒന്ന് പോയട്ടെ. ഇതുപോലെ ഫിലിം സിറ്റി ആയിരുന്നെങ്കിൽ ഇപ്പൊ കറങ്ങി ഒരു പിക്ചർ കൂടെ കിട്ടിയതായിരുന്നു. എല്ലാരും പോയാ ഇനി അവിടെ നിന്നൊരു വചനം എടുക്കണം. എടുത്താട്ടെ. ഓക്കെ, യഹോവന്റെ ഇടയനാകുന്നു. ആ, ഇതാണ് ആദ്യം തൊട്ടത്. സോറി, കേട്ടില്ല. ആശ്രയിക്കുക. ഈ വചനമായിരുന്നു. ഹലോ, അതിന്നാൾ വന്ന ദൂതൻ കേട്ടോ. അന്നേ പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതെല്ലാം ഇതാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം മനസ്സിലാവാണ്. നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിച്ചതില്ല, എല്ലാത്തിനും ബുദ്ധി പ്രവർത്തിച്ചു. അതിലൊരു ബുദ്ധിയും പ്രവർത്തിച്ചില്ല. ഞാൻ ഉള്ളതാ പറഞ്ഞു. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഉള്ളതാ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ജയിക്കുന്നവരും തോൽക്കുന്നവരും. അപ്പൊ നമുക്ക് ഒരു കാലത്ത് ഭാരങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ അന്നുള്ളതിനേക്കാൾ ചിലപ്പോൾ ഇപ്പൊ കൂടുതലായിരിക്കും. അന്ന് ഇത്രയില്ല, ഒന്നിനെ സഹിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ എത്ര ദിവസം ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ അന്നും കുന്നുകളും പർവ്വതങ്ങളും മലകളും താഴ്വരകളും നദിയും ഇതെല്ലാം ഇവിടെ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്കൊരു മാറ്റം ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ നോക്കിക്കൊണ്ടല്ല ഇരുന്നത്, സൃഷ്ടിച്ചവനെ നോക്കി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ യോശുവയോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നീ പോകുന്ന ദേശത്തൊക്കെ നിനക്കെതിരെ ഒരുത്തൻ നിൽക്കുകയല്ല. ഇവരീ കനാൻ ദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ദൈവം ഒരു ഭീതിയുടെ കാറ്റ് കടിച്ചു കൊടുത്തു. എവിടേക്ക്? ഇവരെല്ലാം ആട്ടിടയന്മാരാണ്, യുദ്ധവീരന്മാരൊന്നുമല്ല. അശൂർ രാജ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ആൾക്കാർ കോംപ്രമൈസിനാണ് പോകാറുള്ളത്. അശൂർ വരുന്നെന്ന് അറിഞ്ഞാൽ, ഇപ്പൊ റഷ്യ അമേരിക്ക യുദ്ധത്തിന് വരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യും?
കോംപ്രമൈസ് ചെയ്യുക, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഉക്രൈനൊക്കെ റഷ്യയോട് എതിർത്ത് നിൽക്കാനുള്ള കാരണം പുറകിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാണ്. ഇല്ലെങ്കിൽ ഉക്രൈനൊക്കെ തന്നെ പോയാൽ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അശ്ശൂർ വരുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ 99% ഇസ്രായേൽ ഒഴിച്ച് ബാക്കി എല്ലാവരും സഖ്യതയും. എന്നാൽ ആട്ടിടയന്മാരായ ഇസ്രായേലിയർ കനാൻ ദേശത്തേക്ക് വരുന്നെന്ന് കേട്ടിട്ട് അവിടുത്തെ ജനത്തിന്റെ അകത്തേക്ക് ഭീതിയുടെ ഒരു കാറ്റിനെ ദൈവം അയച്ചു. അവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ കുറിച്ചുള്ള കേൾവി കേട്ടിട്ട് ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി എന്നുള്ളത്. പക്ഷെ ഇവർക്കത് മനസ്സിലായില്ല. ആർക്ക്? ഇസ്രായേലിന് അത് മനസ്സിലായില്ല. നമ്മളെ പോലെ ശരിക്കും നമ്മൾ ഇസ്രായേലാണ്, ആത്മീയ ഇസ്രായേലാണ്, ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന മത്സര്യഗൃഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പല കാര്യങ്ങളിലും നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യാണ്? എതിർത്ത് നിൽക്കുകയാണ്. ആമേൻ. ആമേൻ. ചിരി കരച്ചിലായി, കരച്ചിൽ സന്തോഷമായി മാറും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഈ ഒറ്റുകാരെ അയക്കുന്ന സമയത്ത് അവിടെ ഒരു വേശ്യ പെണ്ണിന് ബോധമുണ്ടായി. രാഹാബ് എന്ന വേശ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, സംഗതി പ്രവൃത്തിയെല്ലാം തിന്മയാണെങ്കിലും ദൈവത്തിന്റെ ജനം വരുന്നു, ഇനി മാനസാന്തരപ്പെട്ടു പോകാം. ദൈവം വിട്ടവർ വരുന്നുണ്ട്. ഇതുവരെ ഈ കൂടാരത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് വേശ്യാവൃത്തി ചെയ്യാൻ കിട്ടുന്ന പൈസ കൊണ്ട് മക്കളെ അമ്മയെ അപ്പനെയൊക്കെ പുലർത്താം. എന്നാൽ അന്ന് അവൾ ഒരു ഡിസിഷൻ എടുത്തു. കേൾവി കേട്ടിട്ട് ഒരു ഡിസിഷൻ എടുത്തു അവൾ. ഇനി എനിക്ക് ആ പ്രവൃത്തി വേണ്ട. കാരണം ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള കേൾവി ഭീതിയെ വിതച്ചിരിക്കുന്നു. ആമേൻ. ഒരു ദേശം ദൈവം അവകാശമാക്കി തരുന്നതിന് മുന്നമേ ആ ദേശത്തേക്ക് ദൈവം തന്റെ മഹത്വത്തിന്റെ ശക്തിയായ ഭീതിയുടെ ഒരു കാറ്റ് ആ ദേശത്തേക്ക് ഇടും. അപ്പോ അവർക്ക് ദൈവ മക്കളുടെ വാക്ക് കേട്ട് അവർ വിശ്വസിക്കും. മനസ്സിലായോ? ആവുന്നുണ്ടോ? ഇന്ന് അകത്തിരിക്കുന്നവരോട് സംസാരിക്കുന്ന ഇതാണ്, ജയിക്കണോ വേണ്ടയോ എന്ന് ഡിസിഷൻ എടുക്കേണ്ടുന്ന മേഖല ഇവിടെയാണ്. രക്ഷിക്കപ്പെട്ടവരെ ദൈവം എന്ത് ചെയ്തു? സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ വാതിൽ തുറന്നെടുക്കും. സഭയിലെ ആൾക്കാർ എന്ത് ചെയ്തു? ഒന്ന് ഈ വാതിലൊന്ന് അടയ്ക്കണം, അല്ലെങ്കിൽ അതിലെ ഒന്നിലേ പോകും. ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ചാടിപ്പോണം. അവിടെ കാവൽക്കാരനെ കൂടെ നിർത്തി ചുറ്റിത്തിരിയുന്ന വാളുമായി ദൂതന്മാരോട് നിൽക്കുന്നു. ആമേൻ. ഈ ചിന്ത വന്നവരോട് ഒരു വാക്ക് പറയട്ടെ, ജയിക്കണോ വേണ്ടായോ എന്നൊരു ഡിസിഷൻ എടുത്തേ പറ്റുമോ? ശരിയല്ലേ? ആണോ? ആണ്. ഈ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഈവൻ അവന്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പ്ലസ് 1 3 A+. കെമിസ്ട്രിക്ക് എനിക്ക് A+ തന്നു. കെമിസ്ട്രി അല്ലേ? 10ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ A+. കെമിസ്ട്രിക്ക് A+ എന്ന് പറഞ്ഞാൽ അവൻ തന്നെ ചിരിക്കുന്നു. അപ്പൊ അവനറിയാം അവനത് അർഹതയില്ല. പക്ഷെ ജയിപ്പിക്കുന്നവരാ. അത് തിരുത്തിയ സാറിന് ഒരു ഭീതി ഉണ്ടായി. ഏതോ ഒരു ദൈവഭക്തന്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് മാർക്ക് കൊടുക്കും. ബൈബിളിൽ കിടക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പദമാണ് ജയിക്കുന്നവരും തോൽക്കുന്നവരും. ജയാളികളുടെ വലിയൊരു സമൂഹം. അതുകൊണ്ട് നിങ്ങൾ വീണവരെയും ഓർത്തുകൊള്ളുക. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് യോശുവയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്, രാഹാബിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കുറെ വാക്കുകൾ അതിനകത്ത് കിടപ്പുണ്ട്. 5 മുതൽ താഴോട്ട് ആകെ 13 വാക്യങ്ങളേ ഉള്ളൂ. ഇന്ന് അതിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു പഠനത്തിൽ കൂടി നമ്മളത് പ്രവേശിക്കുകയാണ്. ജയിക്കാനാണോ തോൽക്കാനാണോ ആഗ്രഹം? ജയിക്കണമെങ്കിൽ ഉപദേശം കൈക്കൊണ്ടേ പറ്റുമോ? യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം 2 യോഹന്നാൻ അതിന്റെ ഒരു അധ്യായമുള്ളൂ. അതിന്റെ 5 മുതൽ വായിക്കും. അത് ആരോട് പറയുവാണ്?
അപ്പൊ അത് ഒന്നും ഇട്ട് വായിച്ചത് എന്നാലും അത് മനസ്സിലാവും. നമ്മിൽ വസിക്കുന്നതും ആ നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം ഞാൻ മാത്രമല്ല. അപ്പൊ നമ്മുടെ അകത്ത് ഒരു സത്യം ഇരിക്കുന്നുണ്ടെന്ന് എത്ര പേർക്ക് മനസ്സിലാവും? നമ്മൾ കള്ളം പറഞ്ഞിട്ട് ഞാൻ സത്യമാണെന്ന് പറഞ്ഞു, ആ സത്യത്തെ കുറിച്ചല്ല ഈ പറയണം. ഒരിക്കലും കളവാകാത്തൊരു സത്യം നമ്മുടെ അകത്തിരിപ്പുണ്ട്. അതല്ലേ പ്രശ്നം. ദൈവത്തിന് നമ്മളെ പോലെ അശുദ്ധനാകാൻ പറ്റില്ല, നമ്മളെ പോലെ താഴേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ചളിക്കുണ്ടി നടക്കാൻ പറ്റുകയില്ല. നല്ലൊരു കാര്യമാണ് നേരത്തെ ഇവിടെ ജിനോ പറഞ്ഞു പോയത്. നമ്മൾ പോകുന്നിടത്തൊക്കെയും ദൈവം വരുമെന്ന് ആരും പിന്നെ അങ്ങനല്ലേ വാക്യം കിടക്കണം, നീ പോകുന്നിടത്തൊക്കെ ഞാനുണ്ട്. അതിന് മുമ്പൊരു കാര്യം പറഞ്ഞു, ന്യായപ്രമാണം വിട്ട് മാറരുത്. നിന്റെ അകത്ത് വചനം എന്ത് ചെയ്യണം? അപ്പൊ ഈ വചനം ഞാൻ പുറത്തു വെച്ച് ചുമന്നുകൊണ്ട് പോയാൽ എന്റെ കൂടെ ഈ പേപ്പർ കഷ്ണങ്ങളെ കാണും. ഈ വചനം ഞാൻ എന്റെ ഹൃദയത്തിൽ ചുമന്നുകൊണ്ടുപോയാൽ അതിന്റെ കൂടെ അതിന്റെ ഉടയവനിരിക്കും. ആമേൻ. അത് ഞാൻ പാതാളത്തിൽ ഇറങ്ങാൻ അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? കരമത്തിൽ മഹത്വം കൊടുക്കും. അപ്പൊ എന്റെ അകത്തൊരു സത്യം ഇരിപ്പുണ്ട്. പറഞ്ഞോട്ടെ, ഞാൻ കള്ളനെങ്കിലും വാതുറന്ന് പറയും ഞാൻ കള്ളനെങ്കിലും, ഞാൻ കള്ളം പറഞ്ഞുവെങ്കിലും, പറയുന്നവനെങ്കിലും, വീഴുന്നവനെങ്കിലും, വഴുതുന്നവനെങ്കിലും എന്റെ അകത്ത് സത്യത്തിന്റെ ദൈവം ഇരിക്കുന്നു. സഭയ്ക്ക് മാത്രമുള്ള ഒരു ആനുകൂല്യമാണ്. മനസ്സിലായോ? എല്ലാവരും പറഞ്ഞിട്ട് ഇതൊരു ആനുകൂല്യമാണ്. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറയും ഇതൊരു ആനുകൂല്യമാണ്. ചില ഇളവുകൾ അനുവദിക്കുമെന്ന് പറയില്ലേ, സാർ എന്തെങ്കിലും പ്ലീസ് സാർ 10 പ്രാവശ്യം 3 പ്രാവശ്യം എഴുതിയാൽ പോലെ ശരി അനുവദിച്ചിരിക്കുന്നു, നീ ഇനി ആ കടം തിരിച്ചടയ്ക്കണ്ട. മറ്റവൻ അവിടെ നിന്ന് വരുന്ന വരവുണ്ടോ, അവന്റെ ഭാര്യയെ പിടിച്ച് മക്കളെ പിടിച്ചെല്ലാം അകത്താക്കാൻ പറയും, അവിടെ പോയി കാല് പിടിച്ച് പറഞ്ഞു ശരി നീ ആ പൈസ തരണ്ട. അവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ സന്തോഷം എന്താണ്? ലോകം പിടിച്ചടക്കിയ സന്തോഷം. അപ്പോഴാണ് 100 രൂപ കൊടുക്കാനുള്ള വരുന്നത്. അവന്റെ കൊങ്ങയ്ക്ക് പിടിച്ച്, അവന്റെ ചന്തിക്ക് പിടിച്ച്, അവന് വലുതും കടിയൊക്കെ കൊടുത്ത് കുരുക്കി അവനെ അകത്താക്കാൻ ശ്രമിക്കുമ്പോൾ ഇവന്റെ കാര്യം തീരുമാനമായി. അപ്പോ നീ കടങ്ങൾ എന്ത് ചെയ്യണം? നിനക്ക് ഇളക്കാൻ ഭയങ്കര മടിയാ, കിളക്കാൻ ഇഷ്ടമാണ്, ഇളച്ചു കൊടുക്കുക. ഇളച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് കൊച്ചു കുട്ടികളെ പോലെ പിടിവാശി പിടിക്കുമ്പോൾ നമുക്ക് തോന്നുവേ നമ്മൾ നല്ലതാണെന്ന്. പൊന്നുമക്കളെ, കൊച്ചുകുട്ടി സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ശിശുക്കളെ പോലെ നിങ്ങൾ മനം തിരിഞ്ഞില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ശിഷ്യന്മാര് കുഞ്ഞുങ്ങളെ തടഞ്ഞപ്പോ എന്ത് പറഞ്ഞു? കർത്താവ് കോപിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം അതാണ്. കർത്താവ് മുഷിഞ്ഞു ഇത് കേട്ടിട്ട്. കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വിടി, നിങ്ങളങ്ങോട്ട് മാറി നിൽക്കും, നിങ്ങളൊക്കെ മൂത്തുപോയി, മൂത്തവരൊക്കെ മാറി നിൽക്കും, ഇളയവർ വന്നാട്ടെ, കുഞ്ഞുങ്ങളുടെ ഹൃദയമുള്ളവർ വന്നാട്ടെ. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ കരയാനും പ്രാർത്ഥിപ്പാനും മുഴങ്കാൽ മടക്കാനും ഒന്നും ഏറു പിടിക്കേണ്ട ആവശ്യമൊന്നും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഉപദേശമുണ്ട്, ശാസനയുണ്ട്, ഇവിടെ വടിയുണ്ട്. ഈ വടിക്ക് പകരം വചനമെന്ന വടിയുണ്ട്. അടിക്കും. അടി കേട്ടിട്ട് നിങ്ങൾക്ക് അത് കയ്പ് തോന്നരുത്. കയ്പ് തോന്നുന്നവൻ പുറത്തു പോകും. പോയില്ലെങ്കിൽ പതുക്കെ പൊക്കിയെടുത്ത് അങ്ങറി ത്രോ ഔട്ട്. ശാസനം നല്ലതാണ്. എല്ലാവരും നോക്കട്ടെ, വായിച്ചോട്ടെ. അപ്പൊ എന്റെ അകത്തൊരു സത്യം ഉണ്ട്. മനസ്സിലായോ? നമ്മൾ പറയില്ല അവൻ സത്യമുള്ളവനാ, പക്ഷെ അവൻ സത്യമല്ല. അവന്റെ അകത്ത് സത്യമുണ്ട്. ഈ അകത്ത് സത്യം ഉണ്ടെങ്കിൽ നമ്മൾ സത്യമായി പറ്റും. അടുത്ത് വായിച്ചാട്ടെ. ഇനി ഈ സത്യം നമ്മിൽ എന്ത് ചെയ്യാണ്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. യേശു എന്നിൽ വസിക്കുന്നു. അടുത്ത് ഇനി കണ്ടോ, എന്നേക്കും ഇരിക്കുന്നതുമായ. ഒരു ദിവസത്തേക്കല്ല, എന്നേക്കും. അപ്പൊ ഈ നാമം, ഈ സത്യം എന്നേക്കും എന്നോടുകൂടെ ഇരിക്കുന്നു. ആമേൻ. രക്ഷിക്കപ്പെട്ടവരോട് പറയുന്നു, എന്തുകൊണ്ടാണ് നമ്മളെ ജാതികൾ നോക്കണമെന്നറിയാമോ? എന്തുകൊണ്ട് ജാതികൾ നമ്മൾ നോക്കണമെന്ന് മനസ്സിലായോ? ഈ ജാതികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ജാതികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താണെന്നൊക്കെ അറിയാൻ അളവുകോല് നന്നായിട്ട് വെച്ചേക്കും. അപ്പൊ നമുക്ക് തോന്നും, ഓ ഇത് ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്ത് വെച്ചേക്കുക. എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ ആത്മീയത കുറഞ്ഞോ ഇല്ലയോ എന്ന് ആര് തെളിയിക്കും? ദൈവം പറഞ്ഞിട്ട് കേൾക്കാത്തവൻ പുറത്തിറങ്ങി നിൽക്കുമ്പോ എന്തുവാടെ നിനക്ക് കോപം? കള്ള ആരാധന കഴിഞ്ഞ് വരുവാണെന്ന് ചോദിക്കുകയില്ലേ? കർത്താവ് ഇവിടെ പറഞ്ഞു, മക്കളെ, കുഞ്ഞാറ്റകളെ,
കോപം വെടിഞ്ഞ് ക്രോധം ഉപേക്ഷിച്ച് നിങ്ങൾ എന്നെ പോലെ ആകുവിൻ. ഇത് കേട്ടോണ്ട് പുറത്ത് പോയിട്ട് എന്നിട്ടാണ് ഡിം കളിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ദൈവം അപ്പോയിൻമെന്റ് നാളെ അവിടെ നിൽപ്പുണ്ട്. അവർ കൃത്യമായിട്ട് ചോദിക്കും, എന്തുകൊണ്ട് നിനക്ക് ഇത്ര ഒരു കിറുപ്പ്? ദൈവമകൻ പോലും, ദൈവമകൻ. അപ്പോഴാണ് ആലോചന വരുന്നത്. മനസ്സിലായി കർത്താവിന് മാത്രം മനസ്സിലായോ? ദൈവവചനത്തോട് മറുതലിക്കുന്നവനെ പുറത്തിട്ട് നല്ല തല്ലുത്. അകത്തുള്ളതല്ല, പുറത്ത് പോയി ശ്രീമാരെ നോക്കി തേച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും. ഇന്നലെ ആരാധനയ്ക്ക് പോയോ? അപ്പോഴാണ് ഹൃദയത്തിൽ കുത്തുകൊണ്ടത്. പാസ്റ്റർ വിളിച്ച് ചോദിച്ചപ്പോൾ എന്തോന്നില്ല, മൊബൈൽ എടുക്കാതിരുന്നാൽ മതിയല്ലോ, കുത്തുവന്നില്ല. പക്ഷെ അടുത്ത് നിൽക്കുന്ന ജാതി ചോദിച്ചു, ഇന്നലെ ഇന്ന് പോയില്ലേ പള്ളിയിൽ? ശരിയാണ്, ഞാൻ ഇന്നലെ പോയില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്റെ അകത്ത് സത്യം ഉണ്ട്. ഈ സത്യം കല്ലുകളെ കൊണ്ട് സംസാരിപ്പിച്ചോളൂ. ഹല്ലേലൂയ. എന്ന് പറയാ, ആ സത്യം എന്നെ സ്നേഹിക്കുന്നു, അതെന്നെ വിട്ട് മാറുന്നില്ല. ഉണ്ടോ? സത്യം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഈ കള്ളനെ സത്യം സ്നേഹിക്കുന്നു. എന്നിട്ട് പറയാണ്, ആ സത്യം എന്നെ വിട്ട് മാറുന്നില്ല. അടുത്ത വായിച്ചേ. ഇനി അതെന്നെ വസിക്കുന്നു എന്ന്. നമ്മളാണ് ഈ കള്ളന്റെ താക്കോലേൽപ്പിക്കുന്നത്, ദൈവേൽപ്പിക്കും. ഹല്ലേലൂയ. ഈ യൂദായുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള കാരണം അത് ഇതുമൂലമാണ് വീഴുന്നത്. ഇതുമൂലമെങ്കിലും കരകരട്ടെന്ന് ചോദിച്ചിട്ടാണ് ഏൽപ്പിച്ചത്. വേറെ ഒന്നും ഏൽപ്പിക്കാൻ കൊള്ളുകയല്ല. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. മനസ്സിലായോ? നമ്മൾ കരകയറാൻ പെടുന്ന പല വിഷയങ്ങളും, ചിലർ പറയാൻ വേണ്ടി നേരത്തെ ടെംപ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ടെംപ്റ്റേഷൻസുകളുണ്ട്. ഒരു ദൈവമക്കളെ ഇതെല്ലാം കൊണ്ട് മറ്റവൻ കറക്കി തന്ന് നിന്റെ അകത്തിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ ഹൃദയം കഠിനപ്പെട്ട് എന്നേ ദൂരത്തും ഇരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ചിലർ പറയണം, ഞാൻ പ്രാർത്ഥിച്ച് ജയമെടുത്തു. നോ നോ നോ, വചനം അനുസരിച്ചാൽ നീ ജയമെടുക്കും. പ്രാർത്ഥിച്ച് ജയമെടുക്കുവാണെങ്കിൽ നമ്മളെക്കാൾ നന്നായിട്ട് ആർസിക്കാർ കൃത്യം 5 മണിക്ക് ഇവിടെ ആരാധന തുടങ്ങും. 5 മണിക്ക് ആരാധന തുടങ്ങണമെങ്കിൽ ആ പള്ളിയിലെ അച്ഛൻ എങ്ങനെയാണ്, ഞാനിപ്പോൾ മഹത്വം കൊടുക്കുകയല്ല കേട്ടോ, എങ്ങനെയാണെങ്കിലും ഒരു 4:30-ക്കെങ്കിലും എഴുന്നേറ്റ് കുളിക്കണം. അച്ഛൻ്റെ കാര്യം പോട്ടെ. ഇത് ഈ മണിയടിക്കുന്നവൻ 5 മണിക്ക് അവൻ എഴുന്നേറ്റ് അടിക്കണ്ടേ? നേരെ എഴുന്നേറ്റ് അടിച്ചാൽ മതി. പാട്ടുകാരുണ്ട്, അവരൊരുങ്ങണ്ടേ? ആലയത്തിൽ ലൈറ്റൊക്കെ ഇടണ്ടേ? 5 മണിക്ക് ആരംഭിക്കും. പാസ്റ്റർക്ക് 9 മണിക്ക് ആരംഭിച്ച കുഴപ്പം മനോഭാവങ്ങളാണ്. അപ്പൊ ദൈവം നമ്മളെ ശാസിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തോന്നണമെന്നറിയാം? നമുക്ക് ദൈവമല്ലയോ അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ പൂർണ്ണ ദൈവമക്കളെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല ദൈവത്തിൽ. ഈ കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് നമ്മളാണ്. ഇപ്പൊ ഇവിടെ വചനം എന്താ പറഞ്ഞ്? സത്യം വസിക്കുന്നു, സത്യം നമ്മെ സ്നേഹിക്കുന്നു, സത്യം നമ്മളോട് കൂടെ ഇരിക്കുന്നു. ഇനി നമ്മിൽ വസിക്കുന്നതും നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യമെടുത്ത് ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും. ഞാൻ മാത്രമല്ല, ഇവിടെ പറയാണ്, യോഹന്നാനെ നീ അപ്പന്റെ മാറിക്കിടന്നവനാണ്, അതുകൊണ്ട് നിനക്ക് പറ്റും. അപ്പൊ പറയാണ് ഞാൻ മാത്രമല്ല. അപ്പൊ ചിലർ പറയാറുണ്ട്, എനിക്ക് നിങ്ങൾക്ക് അധികം കൃപ ലഭിച്ചതുകൊണ്ട് എനിക്ക് അധികം കൃപ ലഭിച്ചിട്ടില്ല എന്ന്. ഈ പൊട്ടതനം പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ ചിലർ പിശാചിന് ഇഷ്ടമായിരിക്കും. ഇല്ലെങ്കിൽ തോറ്റു നിൽക്കുന്നവർക്ക് ഇതൊക്കെ കേൾക്കാൻ ശരി തന്നെ കേട്ടോ, അയാൾക്ക് നല്ല കൃപയുള്ളതുകൊണ്ട് അയാൾ ഇവരെല്ലാം പഠിച്ച ഒരു പുസ്തകമല്ലേ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സിലബസ് മാറിയെന്നെങ്കിലും പറയാം. സയൻസ് പഠിക്കുന്നവനും കൊമേഴ്സിനെ അറിയത്തില്ല, അത് ഓക്കെ. പക്ഷേ സയൻസ് പഠിക്കുന്നവനും കൊമേഴ്സ് പഠിക്കുന്നവനും വായിക്കുന്ന ഒരു പുസ്തകമല്ലേ. നമ്മൾ രണ്ടുപേരോട് സംസാരിക്കുന്ന ഒരു ദൈവമല്ലേ. അപ്പൊ ആ ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളെന്താ വ്യത്യസ്തമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഹലോ, എല്ലാവരും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കണം. സത്യം നിന്നിൽ വസിക്കുന്നു, സത്യം നിന്നെ സ്നേഹിക്കുന്നു, നിന്നോട് കൂടെ ഇരിക്കുന്നു. അത് നിന്നെ എന്ത് ചെയ്യുന്നില്ല, വിട്ടൊഴിയുന്നില്ല. നീ എന്ത് വേണം? അടുത്ത വായിച്ച്. സത്യത്തെ അറിഞ്ഞിരിക്കുന്നവരെല്ലാവരും. അടുത്തിരിക്കുന്ന ആൾ കരം കൊടുത്തോളൂ. സത്യത്തെ അറിഞ്ഞോ?
ഇനി ഒന്നുകൂടെ കൈകൊടുത്തിട്ട് പറയേ, ഞാൻ അറിഞ്ഞു നീയും. കൈവിടരുത്. അടുത്ത് ചോദിക്കണം, സത്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ? താഴേക്ക് വരുമ്പോ അത് മനസ്സിലാവും. അടുത്ത് വായിച്ചാട്ടെ. സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തെ സ്നേഹിക്കുന്ന മാന്യ നായികയാകും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നു. ഉണ്ടോ? അവിടെ ഒരു സഹോദരി, അന്നത്തെ കാലത്ത് സഹോദരിമാര് സഭ എന്ത് ചെയ്തിരുന്നു? ഇടയന്മാരായിരുന്നില്ല. അതാദ്യം പറയാം. സഭ ചുമതല ഏൽപ്പിക്കാൻ വരുന്നു. കൊള്ളാവുന്ന സഹോദരിമാരുണ്ടായിരുന്നു. അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചാലും കുഴപ്പം ഫേബ, പിന്നെ പ്രിസ്കില്ല, ഇങ്ങനെ കുറെ സഹോദരിമാര് തിളങ്ങുന്ന ജയാളികളായ രത്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യം, ഏതെങ്കിലും ഒരു അമ്മച്ചി സഭ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും? ഒരു മണിക്കൂർ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും? വരുമ്പോ കെട്ടിടം വരെ, അസ്ഥിവാരം വരെ ഇളക്കി അത് 4 പാടാക്കി കളയാൻ. അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നുണ്ടോ? ആ ദൈവമനുഷ്യൻ അപ്പോസ്തലനായ യോഹന്നാൻ അവളെ അഭിസംബോധന ചെയ്താണ് ഈ ലേഖനം എഴുതുന്നത്. മാന്യ നായിക, അവൾ നായിക എന്നങ്ങ് പറയുക. ഇതാണ് ജയിക്കുന്നവർ. ആർക്കും ജയിക്കാൻ സാധിക്കും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ. കർത്താവിന്റെ വചനത്തിന് കീഴടങ്ങുന്നവൻ ജയാളിയാകും. അവൻ വഴിയിൽ പട്ടുപോകില്ല. വിശ്വസിക്കുക. അവൻ രോഗക്കിടക്കയിൽ അങ്ങനെ മരിച്ചു പോകത്തില്ല. ദൈവശക്തിയെ അനുഭവിക്കുന്നവരായിത്തീരും. ഈ മാനസാന്തരപ്പെടാൻ ഈ വഴിയൊന്ന് ശ്രദ്ധിച്ചാട്ടെ എല്ലാവരും. നമ്മൾ ഇവിടെ വെച്ച് പാപം ചെയ്തു. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി. ഇത്രയും സമയം ദൈവം മിണ്ടിയിട്ടില്ലെന്ന് വെച്ചോളൂ. ഇതൊരു 6 വർഷമാണെന്ന് കരുതിക്കും. 6-7 വർഷം മിണ്ടിയിട്ടില്ല. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. ഇവിടെ ശ്രദ്ധിക്കും. ഞാൻ ഇവിടെ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. ആ സമയത്ത് വേറെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ശല്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവന്റെ വിചാരം എന്തെന്നറിയാം? ഞാൻ ചെയ്ത പാപം ദൈവം കണക്കിട്ടിട്ടില്ല. ഇത്രയും കാലം ഇവിടെയായിട്ട് നിനക്ക് ആഴത്തിൽ കയറ്റി നിന്നെ പ്രാർത്ഥിപ്പിച്ചും കൂടെയുള്ള ഇടയെ പ്രാർത്ഥിച്ചും എല്ലാവരും ഒക്കെ പ്രാർത്ഥിച്ച് നീ ഒന്നും അറിയാതെ ഇവിടെ എത്തി. പക്ഷെ മാനസാന്തരപ്പെടാതെയാണ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ന്യായവിധി പുറപ്പെട്ടു. അത് പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നിന്നെ തൊടാതിരിക്കണമെങ്കിൽ ഈ കാലയളവിനകത്ത് മാനസാന്തരപ്പെട്ടോളാം. വചനം ഇടതടവില്ലാതെ കേൾപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഏറ്റവും വലിയ വേദന എന്തെന്നറിയാമോ? കേൾപ്പിച്ചിട്ടും പഠിപ്പിച്ചിട്ടും ഉപദേശിച്ചിട്ടും അവർ കൈക്കൊള്ളുന്നില്ലല്ലോ. ഒരു ചെറിയ കൂട്ടർ മാത്രമാണ് കൈക്കൊള്ളുന്നത്. ആഹാബിന് മരണം വരുമെന്ന് കേട്ടപ്പോ ആഹാബിനേക്കാൾ ശക്തിയുള്ള അവന്റെ ഭാര്യയായ ഇസബെലിനെ അവൻ അവഗണിച്ചു കളഞ്ഞു. വീട് ഭരിക്കുന്ന ഇസബല്ല. ആഹാബ് എങ്ങാനും പുറത്ത് ചാവടിക്കാൻ ഇറങ്ങുവാണെങ്കിൽ എവിടെ പോണം? കേടാത്തു. അല്ല, ഞാൻ പോയി 2 കൂട്ടുകാരോടൊന്ന് ഇരുന്നോണം അവിടെ. ഇവള് കണ്ണെഴുതി പൊട്ടു തൊട്ട് 850 പ്രവാചകന്മാരുടെ മുമ്പിൽ അവരിവളെ വർണ്ണിച്ചങ്ങ് നടക്കുക. അങ്കന മാ കുങ്കി, കുങ്കിന മാ മങ്കി, ഇതൊക്കെ പറഞ്ഞ് ഇവൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുക. ആഹാബിനങ്ങ് കെട്ടിയിടുക. ഒരു ദിവസം മുകളിലൊന്ന് ശബ്ദം വന്നു, ആഹാബേ നീ അത്തു. ഈ കാര്യം വന്ന സമയത്ത് ആഹാബിനൊരു കാര്യം മനസ്സിലായി. ഇസബെലിനെ പേടിച്ചുകൊണ്ടിരുന്ന എന്റെ കാലം തികയും. അവൻ അന്ന് പ്രാർത്ഥനാ മുറി കയറി, രട്ടുടുത്തു, രാജവസ്ത്രം ഉപേക്ഷിച്ചു. അവൻ ദൈവസന്നിധിയിൽ അനുദപിച്ചു. എലിയാ പ്രവാചകനിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. കണ്ടോ എന്റെ ദാസനായ ആഹാബിന്റെ മാനസാന്തരം. ആ പെണ്ണുമ്പിള്ള വിട്ടോ. ഇവൻ ഇത്തിരി മാനസാന്തരപ്പെട്ട് കയറി വന്ന് പ്രാർത്ഥന തുടങ്ങും അടുത്ത പരിപാടി. കൊച്ചയെ വീണു പോകരുത്. അവള് വിട്ടില്ല. അവൾ അവനെയും കൊണ്ടേ പോയി. ഇതൊരു മത്സരമാണ് സഹോദരങ്ങളെ.
നിന്റെ വലത്തും ഇടത്തും ഇരിക്കുന്നത് മക്കളാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളാകാം, ആരുമായിക്കൊള്ളട്ടെ. ഈ കർത്താവിനെ വിട്ടുകളയരുത്. മുറുകെ പിടിക്കേണ്ടത് ദൈവത്തെ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ആരോട് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഓർമ്മ വരുവാണ്. ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവം ഭവനം പണിയും. ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവം ഭാവിയെ പണിയും. ദൈവത്തെ മുറുകെ പിടിക്കുക. ഒരുപാട് സ്ത്രീരത്നങ്ങളെ കാണാം. യോബിന്റെ ഭാര്യ, യോബ് ആകെ എല്ലാം ഞെരണിപ്പാട്, പക്ഷെ അവൾ വിട്ടുപോയില്ല കേട്ടോ. അതൊരു സന്തോഷം. ഈ മാറിയിരുന്ന് അവൾ കരഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവളൊന്നും പറഞ്ഞിട്ടുണ്ടാവും. സ്വർഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിശാചിന്റെ ഏജന്റായിട്ട് നിന്നിട്ടുള്ള അവൾ പറയുവാണ്, ഇനിയും നീ ദൈവത്തെ മുറുകെ പിടിച്ച് ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിനെ തള്ളി പറഞ്ഞിട്ട് അപ്പൊ ആ മുമ്പിൽ അത് പറയാതെ മരിച്ചൂടെ എന്ന് പറഞ്ഞാൽ പോരെ? അത് പറയാതെ മരിച്ചൂടെ നീ പോയി ചത്തകളെന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ഈ മുമ്പിൽ ഈ വാക്കുകൾ കെട്ടിവെച്ചത്? ദൈവത്തെ മുറുകെ പിടിക്കുന്നവനെ പിശാചിന് ഭയമാണ്. ദൈവത്തെ മുറുകെ പിടിക്കുന്നവന്റെ അടുക്കല ചിങ്കിടി വരുന്നേ. അവന് പരീക്ഷണങ്ങളുണ്ട്, പരിശോധനകളുണ്ട്, പക്ഷെ ഒന്നിൽ പോലും അവൻ പരാജയപ്പെടുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ ആഹാബിനെ കുറിച്ച് ഏലിയാവിനോട് ദൈവം സാക്ഷ്യം പറഞ്ഞു. കിട്ടിയത് അത് വായിച്ചവനെ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് തിസ്ബ്യനായ ഏലിയാവിനുണ്ടായി. ആഹാബ് എന്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടോ? എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത്. വചനത്തിന്റെ മുമ്പാകെ താഴ്ത്തണം. ഇസബെല് താഴ്ത്തിയില്ല, പക്ഷെ ഇസബെല്ലുമായുള്ള കൂട്ടുമുട്ട് എന്തായി? സ്വന്തം ഭാര്യ ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് വചനമുണ്ട്, അതങ്ങ് സ്വീകരിച്ചു. ഹല്ലേലൂയ. ആരാധിക്കാൻ ഭാര്യ തടസ്സമാണെങ്കിൽ ഉപേക്ഷിക്കണ്ട, അതിനെ അവഗണിച്ചേക്ക്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോയ മനുഷ്യൻ അടുത്ത ദിവസം ഇതിന് പോവാ, ഞാൻ ആരാധനയ്ക്ക് പോവാൻ നിൽക്കുകയാണ്. വരുമ്പോൾ എന്റെ ശവം കാണും, ഞാൻ തൂങ്ങി നിൽക്കുന്നത് കാണും. എനിക്ക് ആരാധന വേണ്ട, നോമ്പ് വിടാൻ. ഹല്ലേലൂയ. ഒരു നാൾ നാം അറിയും. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, പാട്ടുകാരി വരുന്നൊരു പാട്ടില്ലേ? അല്ലാതെ മറ്റേ പാട്ടാ. ഒരു നാൾ നാം അറിയും. പഴയ പാട്ടുകൾ അറിഞ്ഞൂടാ. ഈ നഷ്ടപ്പെടുത്തിയത് എന്താണെന്ന് ഒരു നാൾ നമ്മളറിയും. ഈ അകത്ത് സത്യവും വെച്ചിട്ട് നഷ്ടപ്പെടുത്തിയത് എന്താണെന്ന് ഒരു നാൾ കരയും. ഇപ്പൊ ചിലർ പറയല്ലേ, എനിക്ക് അങ്ങ് പറ്റുന്നില്ല. നിനക്ക് പറ്റില്ല. ഈ നിസ്സാരമായ സിമ്പിളായിട്ടുള്ള വചനം അനുസരിക്കാൻ പറ്റുന്നില്ല. എന്ത് ഭാരമാണ് നിങ്ങളോട് പറഞ്ഞ്? നിങ്ങളാരും പരസ്യമായിട്ടൊന്നും വ്യവഹരിക്കുന്നില്ലല്ലോ, ആരെയും കൊല്ലാനൊന്നും പോയില്ലല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും എതിർത്ത് നിൽക്കുക. കോപിക്കരുത്. കോപിച്ചാൽ അനുസരിച്ചില്ലെങ്കിൽ ഒന്നും ഞാൻ സമയത്തിന് വരില്ല. ആലാരും ദൈവം പ്രസാദിക്കില്ലേ? ദൈവം പ്രസാദിക്കും. എന്നിട്ട് അതിന് കൂട്ടു വചനം കൂടി എടുക്കും. 11-ാം മണി നേരത്ത് വന്നവന് കൂലി കിട്ടിയത്. 11-ാം മണി നേരത്താണ് അവനെ ദൈവം വിളിച്ചത്. നിന്നെ വിളിച്ചത് 6-ാം മണി നേരത്താണ്. നീ 6-ാം മണിക്ക് കൂടാരത്തിൽ കയറിക്കൊള്ളണം. വചനത്തെ വളച്ചൊടിക്കുന്നവരേ, നിന്റെ പുറകെ ഒരു സംഭവം വരുന്നുണ്ട്. പാമ്പൊന്നുമല്ല, തേള്. ചെറിയ സാധനം വന്നാണ് ഓടിക്കളയും. ആമേൻ. ഇനി ആ വാക്യം വായിച്ചിട്ട്, രജേഷ് വായിച്ചിട്ട് ആ വാക്യം ബാക്കി. അല്ല സോറി ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ. നമ്മൾ വേറെ ആരുടെ മുമ്പിലും കരഞ്ഞ് മായ താഴ്മ കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ. ദൈവമക്കളെ, ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, മോശമാകട്ടെ, മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവൻ മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിച്ചില്ല. അവരുടെ ഉള്ളം അറിഞ്ഞിരുന്നത് കൊണ്ട് ഈ പറയുന്ന പൊക്കാലത്ത് മാസ്റ്ററെ കൊള്ളാൻ കേട്ടോ, ഇന്ന് ഭയങ്കര ഗംഭീര വചന സന്ദേശമായിരുന്നു എന്ന് പറയുമ്പോ എനിക്കൊരു സന്തോഷം. രാത്രി ഇരുന്ന് കാണാപ്പാടം പഠിച്ചതിന് ഗുണവും. അപ്പുറത്ത് മാറിയിട്ട് അടുത്ത ദിവസം ഇല്ലോളം ഗ്രാഫ് കുറയാണെങ്കിൽ
ഇത് പോരാ. വചനം തുറന്ന് വായിക്കാത്ത കള്ളൻ കള്ളിയായി ഇത് പറയണമെന്ന് ഓർത്തോ. ഹല്ലേലൂയ, ആമേൻ. കണ്ടോ, ആരുടെ മുമ്പിൽ താഴണം? എല്ലാം വേണ്ട പറയാം. കാരണം ആ മാനസാന്തരപ്പെട്ടിട്ട് എന്ത് ചെയ്തു? അത് വായിച്ചു. ഒന്ന് വസ്ത്രം കീറി. ഈ വസ്ത്രം കീറി എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ എന്ത് കീറണം? നിന്റെ ഹൃദയം കീറണം. പറ്റുമോ സഹോദരങ്ങളെ? പറ്റുമോ? ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം ഇടപെട്ടാൽ, ഒരു കാര്യത്തെ കുറിച്ചൊരു ബോധ്യം തന്നാൽ നീ നിന്റെ ഹൃദയത്തെ വലിച്ചു കീറണം. ഒരു വിധത്തിൽ പമ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ച്, ബിപിക്കും മരുന്ന് കഴിച്ച് ഒരുവിധം നല്ല ലെവലിൽ കൊണ്ടുപോയി പിന്നെ എങ്ങനെ കീറും? കീറുവോ? ഹലോ, കീറുവോ? ചില ദിവസം പറയും എനിക്ക് ഷുഗർ ഉണ്ട് കേട്ടോ. ആരും ചോദിച്ചില്ലല്ലോ ഷുഗർ ഉണ്ടോ ഇല്ലയോ ഒന്ന് പറയേണ്ട കാര്യം എന്താ? ഒരു വലിയ ദൈവദാസൻ, ഞാൻ വളരെ ഭക്തിയോടെ പോയിരിക്കുക കേൾക്കാൻ പോകുമ്പോൾ പുള്ളിക്കാരൻ പറയുക ഷുഗർ ഉണ്ട്. അപ്പൊ എനിക്കൊരു ആശ്വാസം, അനേകർക്ക് ആശ്വാസം. യേശുവിനും ഷുഗർ ഉണ്ടെന്ന്. വചനാരുടെ മുമ്പിൽ വളയില്ല കേട്ടോ. എന്റെ കർത്താവിന് ഷുഗർ ഒന്നും ഉണ്ടായിരുന്നു. എന്റെ കർത്താവ് സൗഖ്യദായകനായിരുന്നു. വരാൻ പോകുന്ന, വീഴാൻ പോകുന്ന മേഖലകളിലേക്ക് അവൻ ആഹാബിനെ ദൈവം സ്നേഹിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇസബലിനില്ലാത്തൊരു ഹൃദയം ആഹാബിനുണ്ടെന്ന് കണ്ടെത്തിയ ദൈവമാണ്. ചീരത്തോട്ടമൊക്കെ പിടിച്ചു വാങ്ങിച്ചതൊക്കെ അവളുടെ പദ്ധതികളാണ്. ഇപ്പൊ യോബിന്റെ ഭാര്യ പറഞ്ഞത് കേട്ട് യോബ് പരിപാടി നിർത്തിയിരുന്നെങ്കിലോ? 42-ാമത്തെ അധ്യായം രുചിക്കാൻ പറ്റുമോ? ഇവള് പിന്നെ പെറ്റുകൂട്ടി 7 എണ്ണം വേറെ. 7 ശരിയല്ലേ? 7 മക്കളുണ്ടായിരുന്നില്ലേ? 10 എണ്ണത്തിനെ പറ്റുന്ന അതല്ല അമ്മച്ചി. അവരത് പ്രസവിക്കുമ്പോഴും അവിടെ വചനം എഴുതി വെച്ചിരിക്കുന്നു, ഇവരെ പോലെ സുന്ദരികളും സുന്ദരന്മാരും വേറെ ആ ദേശത്തുണ്ടായിരുന്നില്ലെന്ന്. പക്ഷെ നാവ് ശരിയല്ല, നാവ് ശരിയല്ല. ദൈവമക്കളെ നാവ് ശരിയാവണം. ആഹാവ് കണ്ടോ വലിച്ചു കീറി. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആഹാബിനെ കണ്ട് ഇസബെലിന് ഇഷ്ടപ്പെടുവോ? ഉപവസിക്കുന്നവരെ കാണുമ്പോൾ ഒരു കിഴിയിരിപ്പ്, പ്രാർത്ഥിക്കുന്നവനെ കാണുമ്പോൾ ഒരു കിഴിയിരിപ്പ്, പ്രാർത്ഥിക്കാതെ തേങ്ങാക്കൊലയും വിട്ട് നടക്കുന്നവനെ കാണുമ്പോൾ, വചനം വായിക്കുന്നവനെ കാണുമ്പോൾ ഒരു അടിയുന്നൊരു ഉറുമ്പ് കടിക്കും പോലെ. ഉറുമ്പ് കടിച്ചാൽ കൊള്ളാം, വേറെ ചിലത് കടിക്കാതെ എന്നാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരെ പരിഹസിക്കരുത്. ശരിയായിട്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വചനം വായിക്കുന്നതും ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവം ചോദിക്കാതിന് കണക്ക്. പക്ഷെ അവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട? ദൈവസന്നിധിയിൽ ഒരുത്തും വിശ്രമിക്കുന്നെങ്കിൽ. ഇവിടെ കണ്ടോ, ആഹാബ് തന്റെ രാജവസ്ത്രത്തെ വലിച്ചു കീറിയപ്പോ, തന്റെ പദവിയെ വലിച്ചു കീറി ദൈവത്തിന്റെ സന്നിധി തന്നെത്താൻ താഴ്ത്തി. ഇപ്പോഴും വന്നു കാണൂലേ ഈ പിന്നെ മീഖലിനെ പോലെ ഈ ഇസബല്ല വന്നു കാണൂലേ? ഈ മനുഷ്യൻ താഴെ കിടന്ന് പെട്ടകത്തിന്റെ ചുറ്റും നൃത്തം ചവിട്ടി നോക്കുമ്പോ കിളിവാതിൽ കൂടെ ഒരുത്തി അവിടെ നോക്കുക കണവന്റെ പരിപാടികൾ കണ്ടിട്ട്. അയ്യോ, നാണക്കേട് വരുന്നു. ഇങ്ങനെ 24 മണിക്കൂർ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിന്റെ കാര്യം ആര് നോക്കും? പെട്ടകവുമായിട്ട് കയറി വരുന്നവനെ കണ്ടിട്ട് പെട്ടകത്തിന്റെ ചുറ്റും നൃത്തം ചവിട്ടുന്നുണ്ട്. മീകളുടെ ഒരു ശിഷ്യന്മാരെ പോലെ ആട് മേച്ച് നടന്നവൻ രാജകൊട്ടാരത്തിലെത്തിയത് ദാവീദിനറിയാം. ശൗലിന്റെ മകളായ മീഖളിനത് അറിയത്തില്ല. കള്ളനും കൊള്ളക്കാരുമായി നടന്ന നമ്മെ വിളിച്ച് രാജകൊട്ടാരത്തിന് അകത്താക്കുവാൻ, കാലയത്തിനകത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന് എന്നോട് കൃപ തോന്നിയെങ്കിൽ സഭയെ നിന്റെ പോയ കാലങ്ങളെ വിസ്മരിക്കരുത്. എനിക്കൊരു ശാപമുള്ളൊരു കാലമുണ്ടായിരുന്നു, അവിടെ നിന്ന് അവൻ എന്നെ പുറത്തെടുത്തു. ഹല്ലേലൂയ. ഒരിഞ്ഞ സന്തോഷത്തോടെ കയറി വരുന്ന ദാവീദിനെ കണ്ട് മീഖൾ ഒരാട്ടൻ. അത് നിനക്കറിയാൻ പറഞ്ഞതിന് ആവശ്യമില്ല. മുഖത്തൊരു സന്തോഷമില്ല. ഓ, ഇന്നെന്തോ പുതിയ പദ്ധതി ഒപ്പിച്ചിട്ടിരിക്കുകയാണ്. ഈ പാവം പിടിച്ചവൻ ഓടി വന്ന് കീറുവോ, മീകളെ കണ്ടോ ദൈവത്തിന്റെ പെട്ടകം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല പരിപാടിയായിട്ട് വരുമ്പോ എന്തോന്ന് വലിച്ചാ കിടന്ന് ഇങ്ങനെ കിടന്ന് തുണിനൂടില്ലാതെ അതിന്റെ കൂടെ കിടന്ന് ചാടാൻ നീ ആര്? പിന്നെ അവരുടെ ഗർഭപാത്രം തുറന്നില്ലെന്നാ വചനം. ചില പരിഹാസങ്ങൾ ചിലതിനെ അടച്ചുകളയും.
ചില അനുസരണങ്ങൾ ചില വാതിലുകളെ തുറക്കും. ഹല്ലേലൂയ. ആണ് ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കുന്നവരോട് പറയുന്നു, ഈ മേഘൾ സുന്ദരിയൊക്കെ തന്നെയാണ്, ദാവീദ് അവളെ സ്നേഹിച്ചു എന്ന് പറയുന്നു. പക്ഷേ മറ്റൊരു ഭാഗത്ത് ദാവീദിന്റെ ക്വാളിറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ എല്ലാവർക്കും കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് അവരെല്ലാം യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് അവരെ യാത്രയാക്കിയതിന് ശേഷമാണ് അന്തഃപുരത്തിലേക്ക് പോയത്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കഴിച്ചോ കഴിച്ചില്ലയോ, കഴിക്കുന്നൊന്നും അറിയാതിരുന്ന് ചെയ്യുമ്പോൾ നിർത്തുകയുമില്ല, ഇരുന്ന് തീരുകയുമില്ല. പിന്നെ ഒരാളെ പിടിച്ച് ഇത്ര നേരം എടുക്കേണ്ടി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു 3 മിനിറ്റ് വെച്ച് കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ പോകാമായിരുന്നു. പിന്നെ ഇനി പോയിട്ട് വേണം കഞ്ഞി വയ്ക്കാൻ. ഈ മനുഷ്യൻ ഇത് വല്ലതും അറിയാമോ? മനസ്സിലാകുന്നു? ഇങ്ങനെയുള്ള പരാതിപ്പെട്ടികളെ പിന്നെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ കുറച്ച് ക്വാളിറ്റി ഉണ്ടാകും. ശിഷ്യകളാണ്. അതുവരെ ഇല്ലാത്ത ചിന്തകൾ കയറി വരും. മാപ്പിളയോട് സ്നേഹം തോന്നും, ഔദ്യോഗിക കാര്യങ്ങളിൽ സ്നേഹം തോന്നും, മക്കളെ കുറിച്ച് ഭാവിയെ കുറിച്ച് പെട്ടെന്നൊരു പിടിവെടുപ്പ് വരും. ഒന്നും പഠിക്കാതെ ഒന്നും നോക്കാതെ A+ വായിച്ചാൽ പിടിവെടുപ്പ് വരും. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, വസ്ത്രം കീറുന്നത് പോലെ എളുപ്പമല്ല ഹൃദയം കീറാൻ. എന്നാൽ അവൻ അന്ന് രാജാവ് വസ്ത്രം കീറിയാൽ അതിന്റെ അർത്ഥം ഹൃദയം കീറി എന്നുള്ളതാണ്. ബൈബിളിൽ ഇവൻ അല്പകാലം ജയിച്ചവനാണ്. ആമേൻ. ദാവീദ് ജയാളിയാണ്, മോശ ജയാളിയാണ്, നോഹ ജയാളിയാണ്. എന്നാൽ ആരോട്ടിരുന്നു നോഹയും മദ്യപിച്ചിട്ട് നോഹയെ ദൈവമെടുത്ത് ഉപയോഗിച്ചത്. അതിനുശേഷം ഉപയോഗിച്ചിട്ടേ ഇങ്ങനെയൊക്കെ ഓരോ പടച്ചു വിടുന്നത് കാണുമ്പോഴാണ് ഞാനും ചിന്തിച്ചു പോയി. നോഹ മദ്യപിച്ചിട്ടും നോഹയെ ദൈവം ഉപയോഗിച്ചു. ദാവീദ് വ്യഭിചരിച്ചിട്ടും ദാവീദിനെ ദൈവം എടുത്ത് രാജാവാക്കി. ഇനി ഒരാളെ കൂടെ നല്ല കുറെ പടങ്ങൾ. ശിംശോൻ ദലീലയോട് കറങ്ങി ഇതിട്ടവൻ കൊള്ളക്കാരനാണ്, കൊള്ളക്കാരൻ. അവൻ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ വെച്ചിട്ട് അവന്റെ കാര്യം എത്ര എണ്ണത്തിന് വഴിതെറ്റിച്ചിട്ടുണ്ടാവും. ഞാൻ ഒറ്റോട്ടത്തിൽ വഴിതെറ്റിപ്പോയി. പിന്നെ ഇരുന്ന് വീണ്ടും വീണ്ടും നോക്കിയപ്പോഴാണ് അങ്ങനെയല്ലല്ലോ. വചനത്തിൽ ദാവീദിന്റെ കരച്ചിൽ 51-ാം സങ്കീർത്തനത്തിൽ കിടക്കുക. കരച്ചിലും നിലവിളിയും ഒക്കെ. വയസ്സാം കാലത്ത് കന്യകമാരെ കണ്ടിട്ട് ദാവീദിന് ഒന്നും തോന്നുന്നില്ല. ഇതൊക്കെ ഭക്തിയുടെ മാർഗങ്ങൾ. ജയാളികളുടെ വലിയൊരു സമൂഹം. നീ തോൽക്കുന്നതിലല്ല, ജയിക്കുന്നതിലാണ് ദൈവത്തിന്റെ താല്പര്യം. നീ മരിക്കുന്നതിലല്ല, ജീവിക്കുന്നതിലാണ് ദൈവത്തിന്റെ താല്പര്യം. ഹല്ലേലൂയ. സഭയെ നീ ദൈവത്തിന്റെ നാമത്തെ ഘോഷിക്കണം. തങ്കലിപികളിൽ 42-ാം അധ്യായം ഇയ്യോബിന്റെ പുസ്തകം എഴുതി വെക്കുമ്പോ ഇയ്യോബിന് പ്രശംസിക്കാൻ ആ ഒറ്റ അധ്യായമേ ഉള്ളൂ. 41 അധ്യായങ്ങളിൽ അടിയും ബഹളവും പിന്നെ ഇതെല്ലാം കുറ്റം പറഞ്ഞതുകൊണ്ട് ദൈവം വന്ന് 3 അധ്യായത്തിൽ അങ്ങ് കൊടുക്കുക. കാട്ടാവിന്റെ പ്രസവാലയത്തിലെ പറ ഞാൻ ഈ സൂര്യന്മാരെ സൃഷ്ടിച്ചപ്പോൾ നീ എവിടെയായിരുന്നു പറ. യോബ് ആവളിച്ചു. കാരണം ഒരു തരത്തിലാണ് 3 ഒതുക്കി നിർത്തിയിരുന്നത്. സാക്ഷാൽ ദൈവം വരുന്നു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ദൈവം തന്നെ തരണം. പ്രാർത്ഥിക്കുന്നവർ ദൈവം മറുപടി കൊടുക്കും. അപ്പൊ ഇനി വന്നത് എങ്ങനെയാ? ആടിയിരുന്നവന്റെ മുമ്പിൽ ചുഴലിക്കാറ്റിൽ വന്നെന്നാ സംസാരിച്ചു. നമ്മൾ ഈ ചുഴലിക്കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പോണ ഒരു മന്ദമാരുതൻ ഇങ്ങനെ ഫാനിന്റെ കാറ്റടിക്കുന്നത് പോലെ. അതൊന്നും അല്ല ചുഴലിക്കാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇവനെ ഇളക്കി മറിക്കുന്ന, എടുത്തോണ്ട് പോകാൻ പറ്റുന്ന തരം ഒരു കാറ്റിൽ നിന്നാണ് ദൈവം അത് ഇയ്യോബിന് മാത്രമേ അത് കേൾക്കാൻ പറ്റൂ. ഇയ്യോബിന് വേണ്ടി മാത്രം ആ കാറ്റിനെ ഇവിടെ വരുത്തി. കാറ്റിൽ നിന്ന് യഹോവ സംസാരിച്ചു. ഏലിയാവിന് കാണാൻ പറ്റില്ല. കാറ്റ് കണ്ടു, കാറ്റ് മാത്രം കണ്ടപ്പോൾ ദൈവം ഉണ്ടാവും. പക്ഷെ ഇയ്യോബ് 3 അധ്യായങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കാറ്റിൽ നിന്ന് കേട്ടു എന്നാണ് അതിനെഴുതിയിരിക്കുന്നത്. 42-ാം അധ്യായത്തിൽ 41 വരെ പരാജയപ്പെട്ട, 41 വരെ പരിഹാസ വിഷയമായിരുന്ന, 41 വരെ കൂട്ടുകാർ മാറി മാറി പരിഹസിച്ച ആ മനുഷ്യന് 42-ാം അധ്യായത്തിൽ ഓരോ വാക്യങ്ങളിലും അവൻ ഇങ്ങനെ എഴുതി, ദൈവമേ നിന്നെ കുറിച്ചൊരു അറിവ് മാത്രമേ
എനിക്കുണ്ടായിരുന്നോ, ഇപ്പോഴോ ഞാൻ നിന്നെ കാണുന്നു, ഇപ്പോൾ ഞാൻ ഉപവസിക്കുന്നു. ഇതൊരു നടന്ന ഉപവാസമല്ലെന്ന്. അപ്പൊ ഹൃദയകീർണ്ണം മനസ്സിലായ ഈ മനുഷ്യൻ 42-ാം അധ്യായത്തിലാണ് പറയുന്നത്. 41 അധ്യായം വരെയുള്ള കാലം നമുക്കറിയില്ല കേട്ടോ. 41 അധ്യായം എഴുതി വെച്ചിട്ടുണ്ട്. അത് എത്ര ദിവസമാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് കൂടിപ്പോയ 1, 2, 3, 4 ഒരു 7 ദിവസമായിരിക്കും. 7 ദിവസം കൊണ്ടൊക്കെ ഈ പരിപാടി മനസ്സിലാവുകയായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇതിലൊക്കെ കടത്തി വിടില്ലായിരുന്നു. യോബ് നല്ല മനുഷ്യനാണ്. പക്ഷെ യോബിൽ കളയേണ്ട ചില കാര്യങ്ങളെ കളയാൻ അത് എത്ര വർഷം എടുത്തെന്ന് എനിക്കറിയത്തില്ല. ചില പറയാറില്ലേ, ഞാൻ 2016 രക്ഷിക്കപ്പെട്ടു. ഞാൻ തന്നെ 2016 രക്ഷിക്കപ്പെട്ടതാണ്. ഇപ്പോഴും മാറാത്ത സ്വഭാവം ഉണ്ടെങ്കിൽ ചിലതിൽ കൂടി കടന്നു പോകാതിരിക്കാൻ ഇപ്പോൾ മാനസാന്തരപ്പെട്ടു. ആമേൻ. കീറി അടുത്ത് ദേഹം പറ്റ രട്ടുടുത്തു എന്ന് പറയുമ്പോ ഈ ആഡംബരം അങ്ങ് ഒഴിവാക്കി. എന്ന് വെച്ചാൽ ഈ ഉള്ള ശരീരം കാണിച്ചു, ഇല്ലാത്ത ശരീരം കാണിച്ചിറങ്ങേണ്ട കണ്ടിട്ടില്ല. ചില തിരുപ്പം വെച്ചുകൊണ്ട് മുടി കാർകുന്തലിട്ട് പുരുഷന്മാരെ പറ്റിക്കാൻ കണ്ടിട്ട്. ഇപ്പൊ പുരുഷന്മാരെ പറ്റിക്കാനല്ല, സ്ത്രീകളെ പറ്റിക്കാൻ തന്നെ ഇതെല്ലാം പരിപാടി. കണ്ടോടി 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 നടക്കുന്നത്. ഈ ദേഹം പറ്റേങ്ങ് രട്ടെടുത്തു. അപ്പൊ ഇസബെല്ലിന്റെ ഒറിജിനൽ ആളെ കാണുക. ഇതായിരുന്നില്ലേ ആഹാബേ നിന്റെ ഈ അഭ്യാസം? ഇസബെല്ലിന്റെ ആഹാബിന് അതൊരു വിഷയമായിരുന്നില്ല. കാരണം ചത്തു മരണമയം കയറി വന്നപ്പോഴാണ് മാനസാന്തരപ്പെടാൻ തയ്യാറായത്. എങ്കിലും അത് വിശ്വസിച്ചു എന്നല്ലേ അർത്ഥം. കഴിഞ്ഞ ആഴ്ചയിലെ പറഞ്ഞു ഹിസ്കിയ, അതിന് മുമ്പത്തെ ആഴ്ച ഹിസ്കിയാവിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ ദേഹം ആഹാബ് അടുത്ത് അവിടെ തന്നെ കിടന്നു, രട്ടിൽ തന്നെ കിടന്നു. ഇനി ഈ സാവധാനം നടക്കുന്നതിന്റെ കാര്യം മനസ്സിലായി. ഇന്നലെ വരെ ഭയങ്കര ബിസി, ആരാധനയ്ക്ക് വിളിച്ചാൽ എന്ത് ചെയ്യത്തില്ല, ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല. അത് വേണോ എന്നാ ചോദിക്കണം. പ്രാർത്ഥന വേണം, നമുക്കത് വേണ്ടെന്ന് വെച്ചാലോ. ഇതൊക്കെ പക്ഷെ ഒരു വചനം വന്നു, കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളണം. ഇന്ന് അതുപോലും വിശ്വസിക്കത്തില്ല. ഒരു സഹോദര ഒരു വിഷയം കണ്ടു കേട്ടോ, പറയാനും പേടി. പാസ്റ്റർ ചാകുന്നത് അതെ, ഞാൻ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കന്യക പ്രസവിക്കും പോലെയാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. അത്ര പെയിനാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ വല്ലതും മനസ്സിലാക്കും. അനുദമിക്കുമോ? ഇല്ല. ജയിക്കുന്നവന്റെ മനസ്സ്, അനുദമിക്കുന്ന ഹൃദയം ജയിക്കുന്നവന്റെയാണ്. അനുദമിക്കുവാൻ ദൈവശബ്ദം കേട്ടിട്ട് അനുദമിക്കുവാൻ മനസ്സുള്ളത്. നിങ്ങളവിടെ കണ്ട പ്രവാചകങ്ങളിൽ കൂടിയാണ് അതും കേട്ടത്. ആഹാബ് എന്ന ഇസബെല്ലിന്റെ ഭർത്താവിനോട് ഏലിയാവിൽ കൂടിയാണ് സംസാരിച്ചത്. അത് വിശ്വസിച്ചു. അതേ ഏലിയാവിൽ കൂടി മറുപടി കൊടുക്കുകയാണ്. വായിച്ചോ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഹിസ്കിയനായ ഏലിയാവിനുണ്ടായി, ആഹാബ് എന്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുപോ. അപ്പൊ ഉപവാസത്തിൽ ഇരിക്കുന്നവരോട് പറയുന്നു, നിങ്ങളെ തന്നെ താഴ്ത്തണം, തന്നെത്താൻ താഴ്ത്തണം. ഉപവസിക്കാതിരിക്കുന്നവർക്കൊരു സ്പെഷ്യൽ കൺസെഷൻ ഉണ്ട്. നീ നെടുമ്പാടും വീഴണം, പറ്റ വീഴണം. അവരിതിരി കുനിയെങ്കിലും ചെയ്തു, ബാക്കിയെല്ലാം നെളിഞ്ഞിരിക്കല്ലേ. നീ പറ്റ വീഴണം, ആരുടെ മുമ്പിൽ വീഴണം? ദൈവജനത്തിന്റെ മുമ്പാകെ. എടാ അതൊരു സുഖമാണ് ദൈവത്തിന്റെ മുമ്പാകെ വീഴണം. ആര് പിടിച്ചെഴുന്നേൽപ്പിക്കും? ചാത്താന്റെ മുമ്പിൽ വീണ ചാത്താൻ മകനെ എഴുന്നേൽക്കും, ഞാൻ നിന്നെ ബ്ലസ് കേൾക്കുകയല്ല. നമ്മൾ ഈ ശത്രുവിനെ സ്നേഹിക്കാൻ പോകുമ്പോ ശത്രുവിന്റെ കാലുപോയി പിടിച്ചെന്ന് വെച്ചോ, തടയോ? കയറ്റി വെച്ചെഴുതാ, ഇവിടെ കൂടെ പിടിക്കാൻ പറയും. ജോലി ചെയ്യിപ്പിക്കും, അത് ചെയ്യിക്കും, ഇത് ചെയ്യിക്കും. എന്റെ ദൈവമോ, വീണ ഉടനെ തന്നെ എഴുന്നേൽപ്പിക്കുക. നീ ഭയപ്പെടേണ്ട. യോഹന്നാൻ വീണു, മരിച്ചവനെ പോലെ വീണപ്പോ തോളത്ത് കൈവച്ച് എഴുന്നേൽപ്പിച്ചു. ആമേൻ. നീ വീണു പോകരുത്, നീ നശിക്കരുത്, തകർന്നു പോകരുത്. ദുഷ്ടൻ പോലും മരിക്കുന്നതിൽ ദൈവത്തിന് പ്രസാദമില്ല. അവൻ മടങ്ങി വരുന്നതിലാ ദൈവത്തിന് പ്രസാദം. അവൻ അനുഗ്രഹിക്കപ്പെടുന്നതിലാ ദൈവത്തിന് പ്രസാദം. ആഹാബേ, നീ മരിക്കും, നീ മരിക്കാതിരിക്കേണ്ടതിന് നീ മാനസാന്തരപ്പെടാൻ പറഞ്ഞപ്പോൾ പോയി മാനസാന്തരപ്പെട്ടു. പിന്നത്തേലും വീണ്ടും വീണു, അത് വേറെ കാര്യം. എന്നാലും മാനസാന്തരപ്പെട്ടല്ലോ.
ദൈവം അതിന് അങ്ങനെ കണക്കിട്ടു എന്നല്ലേ അർത്ഥം. ഇതേ ആഹാബിന്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആഹാബിന് ഒരു ബുദ്ധി തോന്നി, വേഷം മാറി. ചുമ്മാ അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു, പോയതുപോലെ വരാതെ ഈ ബുദ്ധി വരും. ചാകാൻ നേരത്ത് ചില ബുദ്ധി വരും എന്ന് പറഞ്ഞാൽ ആഹാബ് വേഷം മാറി ശത്രുവിന് മുമ്പിൽ പോയി. മറ്റേ രാജാവും പോയി, വേഷത്തിൽ തന്നെയാണ് പോയത്. പക്ഷെ ഇതാണ് വില്ലു ഒളിച്ച സമയത്ത് അവൻ അവിടെ കിടന്ന് യഹോവയോട് നിലവിളിച്ചു, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ആള് പാവാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. ആഹാബ് വേഷം മാറി നോക്ക്, പ്രച്ഛന്ന വേഷം അടിച്ച് പോവാണ്. എന്താണ് നാം പ്രാപിച്ചത്? വഴിയിൽ കൊണ്ട് കളയരുത്. നാം പ്രാപിച്ചത് ബുദ്ധി ഉപയോഗിച്ച് കളയരുത്. ഞാൻ ശക്തമായൊരു ദൂതാണ് പറയുന്നത്. ഞാൻ പ്രാപിച്ച അഭിഷേകം എന്റെ ബുദ്ധി കൊണ്ട് നഷ്ടപ്പെടരുത്. ഞാൻ പ്രാപിച്ച അഭിഷേകം എന്റെ ബുദ്ധിയാൽ ലഭിച്ചതല്ല, അതെന്റെ ദൈവം എനിക്ക് തന്നതാണ്, സൗജന്യമായി എന്റെ മേൽ പകർന്നതാണ്. ലോക സ്ഥാപനത്തിന് മുന്നമേയുള്ള മുൻനിർണയപ്രകാരം അവൻ എന്റെ മേൽ പകർന്ന ആ അഭിഷേകത്തെ ബുദ്ധി കൊണ്ട് ഞാൻ കെടുത്തിക്കളയരുത്. എത്രയൊക്കെ മനസ്സിലായോ? അവൻ എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് കണ്ടോ, അവൻ എന്റെ മുമ്പാകെ തന്നെത്താൻ, ആരുടെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി? ദൈവത്തിന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തുന്നത്. മനസ്സിലായോ? എന്നിട്ടും അപ്പൊ ദൈവം വാക്ക് പാലിച്ചില്ലയോ? ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പ്രവർത്തിക്കരുത്. ഭക്തി വേറെ, ബുദ്ധി വേറെ. കർത്താവിനോട് നിങ്ങൾ ബുദ്ധി കൊണ്ട് പോകരുത്. കർത്താവിനോട് എതിർത്ത് നിന്ന ഒരൊറ്റ ബുദ്ധിയേ ഉള്ളൂ, അത് മറ്റവന്റെ ബുദ്ധിയാ. അത് നമ്മൾ കൊണ്ടുപോയാൽ നമ്മൾ അവനെ പോലെ വീഴും. മനസ്സിലാകുന്നുണ്ടോ? പന്നിക്കുട്ടി കിടന്നവൻ ബുദ്ധിയല്ല ഉപയോഗിച്ചത്, സ്വബോധം. അവൻ സുബോധത്തെയാണ് അവൻ്റെ അടുത്ത് ഉപയോഗിച്ചത്. ബുദ്ധിയാണെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കും? ബുദ്ധിയാണെങ്കിൽ എന്ത് പറയും? ശ്രീമാൻ പോണ്ട, നീ പോയിട്ട് ലതയ്ക്ക് ദിവസങ്ങളുണ്ടല്ലേ ഇപ്പൊ. പക്ഷെ ബുദ്ധി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? സമയത്തരായി പോണ്ട. ഇത് കേട്ട് അവർക്ക് എന്ത് മനസ്സിലായി? എപ്പോ പോയാലും കുഴപ്പമില്ല, ദിവസത്തിലേക്ക് വരാൻ പറ്റത്തില്ല, ശരിയല്ലേ? പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്താലോ? ബുദ്ധി എന്ത് പറയുന്നറിയാമോ? കുറ്റങ്ങളെ പ്രൊജക്റ്റ് ചെയ്യും. സ്വബോധം എന്ത് ചെയ്യുന്നറിയാമോ? മാനസാന്തരത്തിലേക്ക് നടത്തും. അനുതാപം വരാത്ത മാനസാന്തരം നമുക്ക് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ടെന്നാണ് ഇല്ലെന്നാണ്? ഇവിടെ ഒരു ജീസസ് ഫ്രണ്ട്സിന് എടുത്തതല്ലേ അനുതാപം വരാത്ത മാനസാന്തരം? ആമേ. അതിലൊരു എക്സാമ്പിൾ പറയൂ. അനുതാപം വരാത്ത മാനസാന്തരം. അനുതാപം വരാത്ത മാനസാന്തരമാണ് ഞാൻ പറയുന്നത്. പഴയ പ്രവൃത്തിയിലേക്ക് പോകുന്നു. അതിലൊരു പ്രവൃത്തി പറയാമോ? കോപം. എന്ത് ചൊല്ലേണ്ടു ഞാൻ പ്രിയനെ പരനേ? 10 മിനിറ്റ് കഴിയുന്നതിന് നമ്മൾ എന്ത് ചെയ്തേ? കോപം. ഇന്നസെന്റ് ആയിട്ടൊരു ചിരി അവളെ ചിരിച്ചു കാണിക്കാം. ക്ഷമിക്കാൻ പറ്റാത്ത കുറുകുറുപ്പ്. അടുത്ത് ഇത് അനുതാപം വരാത്ത മാനസാന്തരം. ആലോചിക്കാതെ മറുപടി. അതിനകത്ത് 2 തരും കേട്ടോ. നല്ല ആലോചന ഉള്ള മറുപടി പറയാം. അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആലോചിക്കാതെ മറുപടി പറഞ്ഞു പോയി കേട്ടോ. എനിക്കറിയത്തില്ല എപ്പോഴും അപ്പോഴെന്താന്ന് വെച്ചാൽ കയറി വരും. നമുക്കറിയാം, നമ്മൾ അറിഞ്ഞുകൊണ്ടായി പറയണേ. മനസ്സിലായോ? ഹൃദയത്തിനകത്ത് അവരെ കുറിച്ച് മുൻവിധി കിടക്കുന്നതുകൊണ്ടാണ് ആലോചന ഇല്ലാത്ത മറുപടി വരണേ. നല്ല കാച്ചിക്കുറുക്കിയ സാധന ചാട്ടുപൊടി വെച്ചിട്ട് കൊടുക്കണം. ഹലോ സഹോദരി, അനുതാപം വരാത്ത മാനസാന്തരം. നുണ പറയുന്നു. നുണ പറയുക. അച്ചു അനുതാപം വരാത്ത മാനസാന്തരം.
കോപം. ഈ അനുതാപം വരാത്ത മാനസാന്തരം എന്താണെന്നറിയാം? ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിട്ടും ഒരു ഭയവുമില്ലാതെ വീണ്ടും അത് ചെയ്യുന്നതാണ് അനുതാപം വരാത്തത്. മനസ്സിലായോ? ഈ പറഞ്ഞ എല്ലാം വെച്ചുകൊണ്ട് അക്കരെ കിടക്കാൻ പറ്റുമോ ദൈവം? ഇപ്പൊ ഞാൻ എന്തിനെ വേദനിപ്പിച്ചല്ല കേട്ടോ, പക്ഷെ വേദന പറഞ്ഞു. ആലോചന ഇല്ലാതെ നമ്മളൊന്നും പറയാറില്ല, ആലോചിച്ചേ പറയുള്ളൂ. ആലോചന ഇല്ലാതെ പറയുന്നവനെ പിച്ചും പേയും പറയുക. ഇന്ന് വരെ പത്മിനി നിങ്ങൾ പിച്ചും പേയും പറയുന്ന ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. എന്തോ അവൾ ഉദ്ദേശം വെച്ചാ പറഞ്ഞത്, അതങ്ങനെ തന്നെയാ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ദിവസം തീരുമാനമെടുക്കുകയാണ്, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും പാട്ട് വന്നുകൊണ്ടേയിരിക്കും. സ്നേഹിക്കില്ല ഞാൻ യേശുവേ. പാടാൻ കൊള്ളാം. ദൈവമക്കളെ, വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയുക. കോപം മാറിയില്ല എങ്കിൽ നമുക്ക് ആരോടൊക്കെയോ ഉള്ള വെറുപ്പുകൾ ഹൃദയത്തിനകത്ത് കിടക്കും. കയ്പ് മാറിയില്ലെങ്കിൽ അക്കരെ കിടക്കുകയാണ്. പിറുവിറുപ്പ് മാറിയില്ലെങ്കിൽ അക്കരെ കിടക്കുകയാണ്. അപ്പോൾ ആർക്ക് കിടക്കാൻ പറ്റും? മനുഷ്യ, നീ മനുഷ്യനല്ലേ? നീ കിടക്കണ്ടേ? ആര് കിടക്കും? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ കെട്ടിച്ചുമന്ന് കൊടുക്കുന്ന പാട്ടകൾ നമ്മളെ കടത്തത്തില്ലെങ്കിൽ, ഞാൻ അട്ടര കഥ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, ഇതുപോലെ വേണ്ടാത്ത ഒരു സാധനമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് ചുമക്കുവോ? മനസ്സിലാകുന്നുണ്ട്? ഇത് 50 കിലോ ഭാരമുണ്ട്, ഞാൻ ചുമന്നു നടക്കുക, ബൈബിളെന്ന് പറഞ്ഞ് ചുമന്നു നടക്കുക. അപ്പോഴാണ് ജിനോ പറഞ്ഞത്, പക്ഷേ അതിന് 50 കിലോ, അങ്ങനെ 50 കിലോ ഇല്ല അതിന് വെയിറ്റ്. 60-50 രൂപ. എനിക്കറിയാലോ 50 കിലോ ഞാൻ തൂക്കിയതല്ലേ. അപ്പോൾ അവൻ വീണ്ടും എന്നോട് പറയണം, അങ്ങനെ അതൊരു 10-12 കിലോ ഉള്ളൂ, എന്തിന് ഈ 50 കിലോ കൊണ്ട് നടക്കുമ്പോൾ ഈ പാരപ്പറ്റി ഇങ്ങനെ കൊണ്ട് നടക്കുമെന്നാണ് ചോദിക്കണം. അപ്പോൾ നമ്മുടെ ഭാവം നമ്മളെങ്ങാണ്ടോ വലിയ കാര്യം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ബോധവും ബുദ്ധിയുമുള്ള ആരെങ്കിലും ഇത് പറഞ്ഞതെന്ന് അനുസരിക്കുമോ? കർത്താവ് പറയാണ്, നിന്റെ ഭാരം യഹോവയെങ്കിൽ. അതിൻ്റെ ആയിരുന്ന വചനം. കൊടുക്കാത്തത് നിന്റെ ഭാരം യഹോവയെങ്കിൽ വെച്ചുകൊള്ളുക. 12 കിലോ വെയിറ്റ് ഉള്ളതിന് ഞാൻ വെച്ചിരിക്കുന്ന ഭാരം 50-100 കിലോ. ഭാരം എടുത്ത് മാറ്റും. വചനം അനുസരിക്കുന്നതിൽ ഒരു ഭാരവും വേണ്ട. ചില കാര്യങ്ങൾ അനുസരിക്കാൻ ഭയങ്കര ഭാരമാണ് ദൈവവചനം അനുസരിക്കും. ഹല്ലേലൂയ. ആഹാബിന്റെ തീർന്നോ? ഏതാ മീകൾ വേണ്ട. അല്ല, മീകളും കൂടെ എടുത്തോ. ഇരിക്കട്ടെ, മീകൾമാരും ശിംശോൻ വായിച്ചിട്ട് ശിംശോൻ എത്ര പേരെ കൊന്നു എന്ന് എഴുതിക്കൊണ്ടോ? എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീഖൾ കിളിവാതിൽ കൂടി നോക്കി. അവിടെ ഒരു കിളിവാതിൽ ഉണ്ടായിരുന്നു. അവളുടെ കാര്യത്തിൽ തീരുമാനമാകാൻ ഒരു കിളിവാതിൽ. നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചില കിളിവാതിലുകൾ നമുക്ക് കണിയാവുകയെ. ഹല്ലേലൂയ. എല്ലാരും പോയി കഴിഞ്ഞ് മുറിയടച്ച് ചില കിളിവാതിലിൽ കൂടെയുള്ള നോട്ടങ്ങളുണ്ട്. ഹലോ, എല്ലാവർക്കും വചനം വായിക്കാനുള്ള വ്യഗ്രത ഉണ്ടോ? കിളിവാതിൽ നോക്കിയതാണോ? ഇപ്പൊ കിളിവാതിൽ മൊബൈലിന്റെ രൂപത്തിലുണ്ട് ചിലരുടെ മുറിക്കകത്ത്. ചില കിടക്കയിൽ കിടന്നാലും കിളിവാതിൽ ഓപ്പണാണ്. ഹല്ലേലൂയ. കിളിവാതിലും കിളി ശബ്ദങ്ങളും ഒക്കെ ഓപ്പണാണ്. ആൺകിളിയേ, പെൺകിളിയേ. ഹല്ലേലൂയ. മെസ്സേജിന്റെ രൂപത്തിലാണ് ഈ കിളിവാതിൽ തുറന്നു കിടക്കുന്നത്. പാവം പിടിച്ച മീകൾ പട്ടണത്തിന്റെ വാതിലിന്റെ അവിടെ ഒരു കിളിവാതിൽ തുറന്നു. ദാനിയേൽ നോക്കിയിട്ട് വല്ല കുഴപ്പമുണ്ടായിരുന്നു? ദാനിയേൽ നോക്കിയിട്ട് വല്ലതും പറ്റിയോ? മീകളെ നോക്കിയപ്പോ പറ്റി. പ്രാർത്ഥിച്ചു. മീകളെ നോക്കിയിട്ട് കുറ്റം പറഞ്ഞു. മനസ്സിലായോ? നോട്ടത്തിൽ പോലും ഉണ്ട് പ്രശ്നം. കണ്ടോ? കിളിവാതിലിന് പ്രശ്നമില്ല, പക്ഷെ കിളിവാതിൽ കൂടെ നോക്കിയതാരെന്നുള്ളത് ഇമ്പോർട്ടന്റ്. ആമേൻ. അപ്പൊ മൊബൈലിന് പ്രശ്നമില്ല. മൊബൈൽ നോക്കിയതിന്റെ ഹൃദയമാണ് പ്രശ്നം. അനുസരണക്കേട് കിടക്കുന്ന ഹൃദയത്തിലാണ്. ഹല്ലേലൂയ.
പണ്ടെങ്കിലും ബാലരമയുടെ കുറ്റങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം, ഇതിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കണത് എന്തെന്നറിയോ? ഒരു വൃത്തിയോടും ഇല്ല കേട്ടോ. ഡിങ്കൻ 6 പേര് അടിച്ച കാര്യമാണ് വായിച്ചുകൊണ്ടിരിക്കണേ. അപ്പോഴാണ് മാർജാര പാദത്തോടുകൂടി അമ്മ തടിയുമായിട്ട് പുറകിൽ വന്ന് നിൽക്കണേ. ആ വിളി കേട്ടാണ് ഞെട്ടിദ്ധരിക്കുന്നത്. ഈ പിള്ളേർ വായിക്കാൻ വേണ്ടിയിട്ട കഥയാ. ഇന്നോ ഡിങ്കന്റെ സ്ഥാനത്ത് ആര്? മായാവിയുടെ സ്ഥാനത്ത് ആര്? ബാലകഥകളുടെ ഇടയിൽ ആരാണെന്നുള്ളത്? ഇടയ്ക്ക് കണ്ണാശുപത്രി പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു പേര് TV സ്ക്രീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. TV ആണ്. അപ്പൊ അവിടെ ചെന്നിരുന്നപ്പോ എല്ലാ അരക്കാഴ്ചയുള്ളവരും അവിടെ പോയിരിക്കണം. ഇങ്ങനെ നോക്കിയാലേ കാണുള്ളൂ. കണ്ണാടി എഴുതി കൊടുത്തിട്ടില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു നേഴ്സ് വന്നിട്ട് അതിൽ പാട്ടിടാനുള്ള ശ്രമം ഇതൊക്കെ ഇടാനുള്ളതാണ്. അപ്പോഴാ മുകളിൽ എഴുതി കാണിച്ചു കാണാ കാഴ്ചകൾ. അവിടെ എഴുതി വെച്ചു കാണാ കാഴ്ച. എഴുതി വെച്ചതല്ല, അതിൽ തെളിഞ്ഞു വന്നു. ശരിയാണ്, കാണാൻ പറ്റുന്നില്ല, കാഴ്ചയുണ്ട്, കാണാൻ പറ്റുന്നില്ല. അവരത് കാണാൻ മറയത്ത്. താങ്ക് യു മോൻ. കാണാൻ മറയത്ത്. അപ്പൊ ഈ കാണേണ്ടതൊക്കെ മറയത്താണ്. ആവശ്യമില്ലാതെ സ്ക്രീൻ അവിടെ ഇരിപ്പുണ്ട്. മറയത്ത് ചില കാഴ്ചകൾ. അപ്പോഴാ മറ്റേ പാട്ട് വന്നു, പൂന്തേനരുവി. നമ്മുടെ ഞാൻ വിചാരിച്ചതെന്നറിയോ? ഇവരിതൊന്നും ശ്രദ്ധിക്കാതെ ധ്യാനിച്ചിരിക്കുകയാണ്. മനസ്സിലായി നമ്മുടെ മനസ്സൊക്കെ പോണ പോക്ക്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ തന്നെ ഈ പരീക്ഷയിൽ പാസ്സായി. ഈ പരീക്ഷയിൽ ഞാൻ പാസ്സായി. നോക്കിയോ, ഇങ്ങനെ പല കിളിവാതിലുകളിൽ കൂടെയുള്ള നോട്ടങ്ങൾ. ഉറങ്ങുന്ന ശബ്ദം അറിയാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റൂടെ കഴിയുമ്പോൾ കൂർക്കം വരുന്നുണ്ട്. എങ്കിൽ അപ്പൻ ഉറങ്ങി, അമ്മ ഉറങ്ങി. വലതു ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ അവിടുന്നും ഒരു ചെറിയ കൂർക്കം വരും. കിളിവാതിൽ തുറന്നു. മക്കളെ, ആ പാവം പിടിച്ച മീകള് കിളിവാതിൽ തുറന്നതോടെ അവളെ ഗർഭപാത്രം കാണാൻ. ദാനിയേൽ കിളിവാതിൽ തുറന്നതോടുകൂടെ അവരുടെ പ്രവാസകാലം കഴിഞ്ഞു. മനസ്സിലാക്കി കർത്താവ് മൊത്തം കൊടുക്കും. കിളിവാതിലിന്റെ പ്രശ്നമൊന്നുമില്ല. നോക്കേണ്ടടുത്ത് തുറക്ക്, നോക്കേണ്ടടുത്ത് നോക്ക്. ആമേൻ. ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടു. ആരുടെ മുമ്പാകെ കുതിച്ചു? ദൈവത്തെ അടിക്കാൻ വേണ്ടി കുതിച്ചതല്ല അവിടെ എഴുതിയിരിക്കുന്നത്. കുതിച്ചു ചാടി നൃത്തം ചെയ്തു. അടുത്ത് നൃത്തം ചെയ്യുന്നത് കണ്ട് തന്റെ ഹൃദയത്തിൽ ഉണ്ടാവും. ഈ പരിപാടിയൊക്കെ നടന്നു. ഈ വാതിൽ തുറന്നപ്പോ തന്നെ എല്ലാ പരിപാടിയൊക്കെ നടന്നു. 1 മിനിറ്റ് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാമോ? ദൈവം കള്ളം പറഞ്ഞിട്ട് ഞാൻ കള്ളം പറഞ്ഞില്ലെന്ന് വാദിക്കുന്നവർ ഈ പറഞ്ഞ ഇനി അങ്ങനെ പറയില്ലല്ലോ. ആലോചന ഇല്ലാതെ പറഞ്ഞെന്ന് പറയില്ലല്ലോ. കേട്ടോ, ഞാൻ ഒരു വെളിച്ചം വീശി തന്നതാണ്. ഇന്ന് വന്നില്ലെങ്കിൽ ഈ വെളിച്ചം കിട്ടുമോ? വന്നതോടുകൂടി ഈ കിളിവാതിലിന്റെ അടുക്കൽ ആര് നിപ്പുണ്ട്? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആര് നിപ്പുണ്ട്? മീകൾ ഈ കാഴ്ച കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ നിന്ദയാണ് ഉയർന്നത്. അപ്പോൾ തന്നെ അവളുടെ ന്യായവിധി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തെ നിന്ദിക്കുന്നവന്റെ ന്യായവിധി അപ്പോൾ തന്നെ പുറപ്പെടും. ദൈവത്തെ പരിഹസിക്കുന്നവന്റെ ന്യായവിധി. ഇനിമേൽ നീ പാപം ചെയ്യരുത്. ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ബോധ്യം തന്നിട്ട് ആ ബോധ്യത്തെ നിസ്സാരമാക്കി കളയുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു. വരാൻ വൈകുന്നത് യേശുവിന്റെ രക്തം മൂലമാണ്. ഹല്ലേലൂയ. ആമേൻ. ആഹാബിന് അവസരം കൊടുത്ത ദൈവം നമുക്ക് അവസരം തരാതിരിക്കുമോ? ഈ അനന്യാസ് സമീറയും വീണുപോയത് എങ്ങനെയെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞ സഭയ്ക്കകത്ത് എന്ന് പരിശുദ്ധാത്മാവിനെ പൊട്ടനാക്കി
പരിശുദ്ധാത്മാവിന് കാഴ്ചയില്ലെന്ന് വിചാരിച്ചു. ദൈവത്തിന്റെ ഷെഖേനയെ നിസ്സാരമാക്കി അവർ എന്ത് ചെയ്തു? കള്ളം പറഞ്ഞു. അവർ വീണ് മരിച്ചു എന്നല്ലേ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. എങ്കിൽ എത്ര ആത്മമരണങ്ങൾ, ആത്മീയ മരണങ്ങൾ സഭയ്ക്കകത്ത് സംഭവിച്ചിട്ടുണ്ട്. ശരീരം ഇവിടെയും മരിച്ച അവസ്ഥയിൽ. ഇതിനെക്കുറിച്ച് യൂദ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി: രണ്ടൊരു ചത്തവർ, വേരറ്റുപോയ വൃക്ഷങ്ങൾ, വെള്ളമില്ലാത്ത മേഘങ്ങൾ. 3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. വെള്ളമില്ലാത്ത മേഘങ്ങൾ, വേരറ്റുപോയ വൃക്ഷങ്ങൾ, രണ്ടൊരു ചത്തവർ. ആമേൻ. ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു. കിളിവാതിൽ സൂക്ഷിച്ചു തുറക്കും. ആമേൻ. ദൈവമയമില്ലാതെ കിളിവാതിൽ തുറക്കുന്നവരെ, നിങ്ങൾക്ക് ഈ വാതിൽ അടയ്ക്കാം. നിന്റെ അപ്പന്റെയും അമ്മയുടെയും നിന്നെ ഉപദേശിക്കുന്നവരുടെ വാതിലുകൾ അടയ്ക്കാം. അവരുടെ ശബ്ദത്തെ നിനക്ക് വേണമെങ്കിൽ കെടുത്തിക്കളയാം. കായൻ ഹാബിലിനെ കൊന്നതുപോലെ കൊല്ലാം. എന്നാൽ ദൈവത്തെ കൊല്ലാൻ പറ്റില്ല. ന്യായവിധിയെ നിനക്ക് തടുപ്പാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചൊരു വാക്യം ഓർമ്മയുണ്ടോ? സഭാപ്രസംഗി 8:8 വായിച്ചാട്ടെ. തോന്നും 8:16. വേഗം. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്റെ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. ഉണ്ടോ? ആത്മാവിനെ തടുപ്പാൻ പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തിയുമായി വരുമ്പോൾ നിൽക്കവിടെ എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അതിനെ തടുക്കാൻ എനിക്ക് അധികാരമില്ല, പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ലെന്ന് വചനം പറയും. ഇത് പറഞ്ഞത് ജ്ഞാനിയാ. എന്റെ അടുത്ത വാക്യം കൂടെ വെച്ചു. ഉണ്ടോ? മരണ ദിവസത്തിന്റെ മേൽ. അപ്പൊ എനിക്ക് സൂര്യനെ വേണമെങ്കിൽ ഇങ്ങനെ മറച്ചു പിടിക്കാം. ഹലോ, എല്ലാരും ഇനി എന്നെ നോക്കിയാട്ടെ. സൂര്യൻ എന്റെ മേൽ അടിക്കാതിരിക്കാൻ എനിക്ക് എന്ത് പിടിച്ചാൽ മതി? നമ്മളെ കണ്ടില്ലേ, കൈ വെച്ചോണ്ട് വണ്ടി ഓടിക്കുമ്പോ ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചാ സൂര്യനെ ഞാൻ പറ്റിച്ചേ, സൂര്യനെ പറ്റിച്ചേ. അല്ല, നിങ്ങളെ ഞാൻ പറ്റിക്കുന്നില്ല. മോൻ പറഞ്ഞു ചില കണ്ണു മാത്രം കാഴ്ച കേട്ടുകൊണ്ട് നോക്കുന്ന പോലെ. സൂര്യൻ പറ്റിക്കപ്പെട്ടോ? എന്റെ വിചാരമാണ് സൂര്യനെ ഞാൻ പറ്റിച്ചത്. ന്യായവിധിയെ ഞാൻ പറ്റിച്ചെന്ന് എനിക്ക് പറയാം. ന്യായവിധിയെ പറ്റിക്കാൻ പറ്റില്ല. ശിക്ഷ വരാതിരിക്കേണ്ടതിന് ഹൃദയങ്ങളെ കീറി അനുവദിക്കും. ചെറിയ എന്തോ ശക്തമായ ദൈവത്തിന്റെ ആത്മാവ് ചെറിയ കാര്യങ്ങളാണെന്ന് കരുതി മുന്നോട്ട് കൊണ്ടുപോകരുത്. നമുക്ക് ബലഹീനതയുണ്ടൊക്കെ ചെയ്യാൻ മനസ്സിലാക്കണം. പക്ഷെ നിസ്സാരവൽക്കരിക്കുന്ന ചില വിഷയങ്ങളോട് ആത്മാവ് ശക്തിയോടെ. ഇവിടെ 2 വചനം ഒന്നുകൂടെ വായിച്ചാട്ടെ. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്റെ മേൽ അധികാരമുള്ള ഒരു. ഇപ്പൊ മനസ്സിലായോ? നിങ്ങളൊന്ന് കരഞ്ഞു കാണിച്ചാൽ അങ്ങ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയാൽ ഞാനങ്ങ് സമ്മതിക്കും. കാരണം പാവം, എന്റെ വാക്കുകൾ അവരെ വേദനിപ്പിച്ചുവല്ലോ. അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞാൻ ഒരാഴ്ച എടുക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സെക്കൻഡ് പോലും വേണ്ട. നീയോ ഞാനോ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ ആത്മാവ് ഇറങ്ങി ഓടത്തിൽ പഠിപ്പിച്ച അടി. ഞാൻ വരില്ല, നീ അടുത്ത ആഴ്ച പോലെ ഞങ്ങൾ കാണില്ല, നീ ദൈവരാജ്യത്തിൽ കാണില്ല എന്ന് പരിശുദ്ധാത്മാവ്. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് നീക്കിക്കളയും. ചുമ്മാ ഭയപ്പെടുത്തുക. വന്നിട്ട് ഞായറാഴ്ച വിളിച്ചു വരുത്തി ഭയപ്പെടുത്തുക. കുഞ്ഞുമക്കളെ ഭയപ്പെടുത്തുകയല്ല, നിങ്ങളോടും എന്നോടും ചേർന്ന ഇത് പറയണം. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇത് ആരും മിണ്ടാത്തെ. നിങ്ങൾ വചനം ഉൾക്കൊണ്ടുവെന്നാണ് ദൈവം വിചാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മേൽ അധികാരമുള്ള മനുഷ്യനുണ്ടോ? പലരും വിചാരിക്കുന്ന ദൈവത്തെ വരെ എന്ത് ചെയ്തളയാ. അത് പറഞ്ഞ് ചില ഡയകള് പേച്ച് ദൈവം പേച്ചിനാൽ എപ്പോഴും മാറുകയാണ്. അല്ല, എന്തോ അങ്ങനെ ഒരു ഇതുണ്ട്. എൻ പേച്ച് ദൈവം சொன்னாலும் நாம் மாற்ற மாட்டோம். അവളാ സിനിമ മാറ്റമാണ്. ഞാനത് ഇവിടെ അത് കേട്ടു. ഹല്ലേലൂയ.
അപ്പൊ ആത്മാവിന്റെ പേരിൽ അധികാരമുള്ള ഒരു മനുഷ്യനും പരിശുദ്ധാത്മാവിനെ നമുക്ക് ചില കണ്ടില്ലേ, പരിശുദ്ധാത്മാവെ നീ ചെയ്താട്ടെ, പരിശുദ്ധാത്മാവെ ഇവനെ എഴുന്നേൽപ്പിച്ചാട്ടെ, പരിശുദ്ധാത്മാവെ ഇന്നത് ചെയ്താട്ടെ. നടക്കോ? കീഴടങ്ങിയ വല്ലതും നടക്കും. എന്റെ വിനയം കണ്ടിട്ട്, എന്റെ വചനത്തിലുള്ള സമീപനം കണ്ടിട്ട് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥനയ്ക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു സ്വരം. നിങ്ങൾ പ്രാർത്ഥന മുടക്കരുത്, പ്രാർത്ഥന ശുഷ്കിച്ചു പോകരുത്. ഇന്നലെ അവിടെ പറഞ്ഞ വചനം നിങ്ങൾ മറന്നു പോകരുത്. ഇന്നലെ പറഞ്ഞ വചനം എന്തായിരുന്നു? ഇന്നലെ പറഞ്ഞ വചനം അജേഷ് അല്ല പറയാം. അങ്ങോട്ട് നോക്കണം, ഞാൻ നിന്ന് അങ്ങോട്ട് പോകുന്നു. ഇന്നലെ പറഞ്ഞ വചനം ഉണ്ടാകും. അച്ചു യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ. ആമേൻ. അതുകൊണ്ട് വചനം വായന നിർത്തരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്. പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം അറിയുന്നില്ലെങ്കിൽ വചനം വായന കുറഞ്ഞെന്നാണ് കേട്ടോ. അഭാവം വിടുന്നു. വായിച്ചാട്ടെ, നേരത്തെ നമ്മൾ വിട്ടിട്ട് പോയത്. ഇത് യോഹന്നാൻ വേദത്തിൽ അപ്പൊ ഒരു കാര്യം, വേറെ ആർക്ക് നീക്കുപോക്കില്ല. ദൈവം കൂട്ടാണെ പോലും ദൈവം വിധിക്കും. വചനം കേട്ടോണ്ടിരിക്കുന്നത് കുറെ കാലമായി. അടുത്ത സ്റ്റെപ്പ് എടുക്കണം. ഉടനം പറയണം, എനിക്ക് അങ്ങോട്ട് ചിരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? വിളിച്ചു വിളിച്ച് കേൾപ്പിച്ച ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ഈ ദേശത്ത് എത്രയോ മാന്യന്മാർ കിടക്കണം. അവരോടില്ലാത്ത സ്നേഹം ദൈവത്തിന് ഈ മനുഷ്യനോട് തോന്നിയില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, കഴിഞ്ഞുകൂടാന്ന് പറഞ്ഞാലോ നടക്കേല. വേണ്ടതെല്ലാം തലങ്ങും വിലങ്ങും ഉപദേശം തന്നു കഴിഞ്ഞു. താമസിച്ച് വരുന്നവരോട് പറയുന്നു, അത്യാവശ്യത്തിന് ഒരു ദിവസം നീ താമസിച്ചോ, വയറിളക്കം കാരണമോ എന്തെങ്കിലും കാരണം. പക്ഷെ നിസ്സാരവൽക്കരിക്കുക ദൈവത്തെ. അടുത്ത സ്നേഹത്തിലും സത്യത്തിലും കൃപയും കനിവും സമാധാനവും. ഓ ഹല്ലേലൂയ. കൃപയും കനിവും ഉണ്ടോ? ഈ വാക്യത്തിനകത്ത് മാത്രം കിടക്കണം. കനിവ്. യേശുവിൽ നിന്നൊരു കനിവുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? ആ കനിവുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. കൃപയും കനിവും സമാധാനവും ആകട്ടെ. അടുത്തത്, നമുക്ക് പിതാവിങ്കിൽ നിന്നാണ് കൽപ്പന കിട്ടിയിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് പിതാവെ നീ കൽപ്പന അയച്ചോ എന്നൊന്ന് ചോദിച്ച് വാദിച്ചോണ്ടൊന്നും ആരും ചെയ്യണ്ട. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ തമാശക്കല്ല വേണ്ട പറഞ്ഞേ, ഇത് 50 കിലോ ഭാരം പോലെയുള്ള ചില ഭാരം തോന്നിക്കുന്ന അവസ്ഥകളാണ് ക്രിസ്തീയ വിശ്വാസം. വന്നും പോയി, ശാനപ്പെട്ടും പോയി, ഇനിയിപ്പോ ഇത് വഴിയിലിടാനും വയ്യ. സിംഹക്കൂട്ടിൽ അകപ്പെട്ട മാനിന്റെ അവസ്ഥ. ചക്ഷുശ്രവണ ദർദുരം. മനസ്സിലാകുന്നുണ്ടോ? ഞാനിപ്പോ തൊട്ടൊന്നും പറയുന്നില്ല. ഇത്രയും പേരെടുത്ത് എന്തോ തൊടാം. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും പരക്കെ അങ്ങ് തോന്നും. അടുത്ത ഒരു സമാധാനമായിരിക്കും. എന്നെ ഉദ്ദേശമല്ല. അടുത്ത വാക്യം. ഓ കരമേശ്വര മഹത്വം കൊടുത്താണ്. അതെ, ഇവിടെ മൂപ്പനായ യോഹന്നാൻ പറയാണ്, അവർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു എന്ന്. ഓ എത്ര സ്നേഹം, എത്ര ഭാഗ്യവാനായ ഒരു ഇടയൻ. ആ അപ്പച്ചൻ പറയാണ്, യോഹന്നാൻ ഇപ്പൊ അപ്പച്ചനായി. ആ അപ്പച്ചൻ പറയാ, മൂപ്പനായ ഞാൻ നീ സത്യത്തിൽ നടക്കുന്നത് കണ്ടിട്ട് സന്തോഷിച്ചത്. അടുത്തേക്കുന്ന അടുത്ത് കരം കൊടുത്ത് പറയും, സത്യത്തിൽ നീ നടക്കണം. നീ അങ്ങനെ നടക്കുന്നത് കാണുമ്പോ പിതാവ് സന്തോഷിക്കും. അടുത്ത അവളെ വീണ്ടും വിളിക്കുകയാണ് നായികയെ.
ഉണ്ടോ? അതിന്റെ അർത്ഥം നയിക്കുന്നവളെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സഭയെ നയിക്കാൻ ഒരു സഹോദരിയെ അവിടെ ഏൽപ്പിച്ചിട്ട് അവൾക്കൊരു 13 വാക്യങ്ങളുള്ള ഒരു ലേഖനം അയച്ചു കൊടുക്കുക അപ്പച്ചൻ. ആ ലേഖനത്തിനകത്ത് 2 തവണ അവളെ പൂഴ്ത്തി പറയുന്നു, 2 തവണ അവളെ എന്ത് ചെയ്യുന്നു, അവളുടെ പ്രവൃത്തി. അതെന്ന് വെച്ചാൽ അവൾ ആ സത്യത്തിൽ അവൾ സത്യത്തിൽ നടക്കുന്നത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് സന്തോഷം തോന്നി. അവൾ കള്ളം പറയാതെ സഭയ്ക്കകത്ത് ഏൽപ്പിച്ച കാര്യങ്ങളിൽ അവൾ അതിനെ വിശ്വസിച്ചുകൊണ്ട് ചെയ്തപ്പോൾ, ഓരോരുത്തർക്കും ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്ര വിശ്വസ്തതയുണ്ട് നിങ്ങൾക്ക്! ഹല്ലേലൂയ. പല കാര്യങ്ങളിൽ 5 നോട്ടീസ് 5 തന്നതിന് 1 തന്നാൽ മതിയായിരുന്നില്ല, 5 4 നോട്ടത്തിന് തോറ്റ ഏൽപ്പിച്ച സുവിശേഷം ഏൽപ്പിച്ചു. എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള സാക്ഷ്യം പറയാനുണ്ട്. ശൈലജ സഹോദരിയുടെ ഈ കഴിഞ്ഞ ദിവസം എന്നെ ബോംബെയിൽ നിന്ന് ഒരാൾ വിളിച്ചു. അദ്ദേഹം ഇവിടെ അടുത്തുള്ളതാണ്. അവിടെ ഈ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പൊ അദ്ദേഹം ആദ്യം എന്നെ വിളിച്ചിട്ട്, കാരണം ഇവർ കൊടുത്തൊരു റെസ്പെക്ട് അദ്ദേഹം എന്നോട് കാണിച്ചു. എന്നെ അദ്ദേഹം കണ്ടിട്ടൊന്നുമില്ല. അദ്ദേഹം പ്രായമുള്ളൊരു മനുഷ്യനാണ്. എത്ര വയസ്സ് വരും? 65 വയസ്സ്. എന്തായാലും നല്ല ഇത്തിരി പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം വിളിച്ചു, വളരെ റെസ്പെക്ട് ആയിട്ടാണ് വിളിച്ചത്. ഫസ്റ്റ് പ്രാർത്ഥനകളിൽ ഇരിക്കുവാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ അവിടെ സ്ഥലം ഒരുക്കി, നമുക്ക് കൺവെൻഷൻ നടത്താനുള്ള സ്ഥലം ഒരുക്കി. ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഈ സഹോദരി അവരെ കൊണ്ടാകും പോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവം അതിങ്ങനെ ഒപ്പിട്ട് തരും പോലെ ആക്കുന്നത്. അപ്പൊ ഇനി ഇതെങ്ങനെ നടത്തും? ദൈവം നടത്തും. നമ്മളെന്ത് ചെയ്യും? അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ സഹോദരിക്ക് കൊടുക്കുന്നു. കാരണം ഞാൻ ആലോചിച്ച് ഈ കാര്യങ്ങളിങ്ങനെ ഒരു ഡയഗ്രാം വരച്ചുകൊണ്ടിരിക്കുക. ആ ഡയഗ്രാമത്തിന്റെ ഒരു പടി കൂടെ കടന്നിട്ടാണ് ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നിർത്തരുത്, മുന്നോട്ട് പോവുക. അതൊരു അത്ഭുതമാക്കി തീർക്കാൻ ദൈവത്തിന് പദ്ധതി. ആമേൻ. ഇന്നു മുതൽ സഭ ഉണർന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നടക്കുന്നുണ്ടോ? 9 മണിക്ക് ആനി അത് ശ്രദ്ധിക്കുന്നുണ്ടോ? 9 മണിക്ക് പ്രാർത്ഥന നടക്കുന്നുണ്ടോ? വിളിച്ചെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഏൽപ്പിച്ച ദൗത്യം ചെയ്ത അവളുടെ പേരവിടെ എഴുതിയിട്ടുണ്ടോ ഈ പെങ്കൊച്ചിന്റെ? പക്ഷെ അവളെ എന്ത് വിളിച്ചു? നായികയായവളെ. കുറെ പാസ്റ്റർമാരുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യവും തരുന്നില്ല, ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. കുത്തനല്ല കേട്ടോ, അത് പറയും. ഞങ്ങൾക്കൊരു തേണ്ട നായികയായുള്ളവർ. കർത്താവ് ഒന്ന് സമ്പത്ത് ചോദിക്കുമ്പോ എന്നാ കൊടുക്കും? ഒരു 13 വാക്കുകൾ കൊണ്ടൊരു സഭയെ മൂപ്പനായ യോഹന്നാൻ ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വാക്കുകൾ കേൾപ്പിച്ചിട്ട് പറയുക, ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുന്നവരെ കുറിച്ച് ദൈവത്തിന് പ്രസാദമുണ്ട്. ആമേൻ. അടുത്ത വാക്യം. നാം അന്യോന്യം സ്നേഹിക്കണം. അടുത്തിരിക്കുന്ന അടുത്ത് പറയാം, അന്യോന്യം. അടുത്ത് ഇനി ശ്രദ്ധിച്ചോണം. ഇത് എത്ര വാക്യായി? ഒരു 6ാമത്തെ വാക്യത്തിൽ പറയാണ്, നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ. കരമെത്തിന് മാത്രം കൊടുത്താട്ടെ. കണ്ടോ? ഭാരമാണോ സ്നേഹമാണോ? കൽപ്പനകൾ അനുസരിക്കുന്നത് ഭാരമാണോ സ്നേഹമാണോ? ചില അമ്മമാരൊക്കെ മക്കളെ കുറിച്ച് സാക്ഷ്യം പറയുന്ന കണ്ടിട്ടുണ്ടോ? സത്യമേ പറയും. എൻ്റെ അടുത്ത് എന്താ എൻ്റെ കൊച്ചു കള്ളനല്ല, സത്യമേ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പുറത്തേക്ക് അവരുടെ മക്കളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നത്തേലാണ് ഈ കൊച്ചു സത്യമാണോ കള്ളമാണോ പറഞ്ഞ് തെളിവായി വരും. പക്ഷെ കള്ളം പറഞ്ഞ അമ്മമാര് സമ്മതിക്കോ? അപ്പന്മാര് സമ്മതിക്കോ? എന്റെ കൊച്ചങ്ങനെ പറയുക. ഇവിടെ പറയാണ് കൽപ്പനകൾ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം, കൽപ്പനകൾ. കൽപ്പനകൾ കൽപ്പനകൾ. ഈ കൽപ്പന ഭാരമുള്ളതാണോ? അല്ല, സിമ്പിളാണ്. വായിച്ച്. കൽപ്പനകൾ ഉണ്ടോ? സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ. ലേഖനം പഠിക്കണമെങ്കിൽ എന്ത് വായിക്കണമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രാക്കുളയുടെ കഥ വായിച്ച് പേടിക്കാറില്ലേ?
ആവശ്യമില്ലാത്തത് പോലും വായിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനോട് സ്നേഹം തോന്നുന്നുണ്ടല്ലേ? ശരിയല്ലേ? പിന്നെ എന്തുകൊണ്ട് വചനത്തോട് സ്നേഹം തോന്നാത്ത? ഇന്ന് വരെ യോഹന്നാന്റെ 2-ാം ലേഖനം വായിക്കാത്തവരിനകത്തിരിപ്പ് തൊട്ടും അറിയണം. യോഹന്നാൻ എത്ര ലേഖനം എഴുതിയെന്ന് പോലും അറിയാത്തവരിനകത്ത് 2-ാം ലേഖനത്തിൽ ഇങ്ങനൊരു വാക്ക് കിടപ്പുണ്ടെന്ന് പോലും പൊതുവെ ഒന്നോ അടുത്ത് വായിക്കും. ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടപ്പാനുള്ള ഒരു കൽപ്പന ഇതത്രേ. വഞ്ചകന്മാർ പുറപ്പെട്ടിരിക്കുന്നു എന്നും വഞ്ചകനും എതിർ ക്രിസ്തു, നമ്മൾ അടുത്ത ആഴ്ച എതിർ ക്രിസ്തു, അധർമ്മമൂർത്തി, കള്ളപ്രവാചകൻ, സാത്താൻ, ഈ 4 സബ്ജക്റ്റുകൾ നമ്മൾ അടുത്ത ആഴ്ച എടുക്കും കേട്ടോ. അധർമ്മമൂർത്തി, കള്ളപ്രവാചകൻ, എതിർ ക്രിസ്തു, ആന്റിക്രൈസ്റ്റ്, സാത്താൻ. സാത്താൻ എങ്ങനെ ഇതിൽ ആക്ട് ചെയ്യുന്നുള്ളതാണ്. അടുത്ത് ഇതൊന്നുകൂടെ വായിച്ചാട്ടെ. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ യേശു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയെ നിസ്സാരമാക്കി കളയും. ഇത് നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയെ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഒരാൾ അങ്ങനെ ഇല്ല, അത് കുഴപ്പമില്ല എന്നും ആക്കി കളയും, നിസ്സാരവൽക്കരിക്കും. പിന്നെ നമുക്ക് ഈ ഭക്തി എപ്പോഴാ വരണമെന്ന് അറിയോ? കർത്തൃമേശ കാണും. അപ്പോഴും പല കരച്ചിലും വ്യാജ കരച്ചിലാണ്. വ്യാജ കരച്ചിൽ കരയുന്ന സാക്ഷ്യങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്തൃമേശ കണ്ടപ്പോഴും ഇത് അവിടെ നടക്കുക. ഓക്കെ, കണ്ടിന്യൂ. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന്. ആ വാക്ക് എല്ലാവരും പറഞ്ഞാട്ടെ. പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന്. അപ്പൊ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന എന്ത് പ്രതിഫലം? പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളണം. അതിനനുസരിക്കുന്ന കാര്യത്തിൽ എന്ത് വേണം? ഒരു സൂക്ഷ്മത വേണം. അടുത്തേക്ക് അടുത്ത് പറയും, സൂക്ഷ്മത വേണോ? നമുക്ക് അവിടെ പറഞ്ഞു സൂക്ഷ്മത വേണം. സൂക്ഷ്മത, നിങ്ങളതൊരു ഒരു ആവശ്യം കലർത്തിയെങ്കിലും പറയും, മറക്കാതിരിക്കാൻ വേണ്ടി. സൂക്ഷ്മത വേണം. മറന്നു പോകും. സൂക്ഷ്മത വേണം, സൂക്ഷ്മത വേണം. അങ്ങോട്ട് നോക്കി പറയും, സൂക്ഷ്മത വേണം. അടുത്ത വായിച്ചു. ശ്രദ്ധിച്ചോണം. ഉപദേശം വേണ്ട, ഉപദേശം വേണ്ട, ഉപദേശം വേണ്ട, പ്രാർത്ഥന മാത്രം മതി എന്ന് ആരും കരുതരുത്. നല്ല ഉപദേശമാണ് നല്ല പ്രാർത്ഥന വെളിപ്പെടും. ഇല്ലാത്തതെല്ലാം കുരിശടി പ്രാർത്ഥനകളാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഉപദേശപ്രകാരമുള്ള പ്രാർത്ഥന അനുഗ്രഹത്തെ കൊണ്ടുവരും. അതിന്റെ ആ വാക്യം വായിച്ചാൽ നമുക്ക്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഭക്തി കാണും സഹോദരങ്ങളെ, അന്യഭാഷ കാണും അവരുടെ ഇടയിൽ, പ്രവൃത്തി കാണും അവരുടെ ഇടയിൽ. അവർ വചനം പ്രസംഗിക്കുന്നവരായിരിക്കും, തെരിക്കോണിൽ നിന്ന് പ്രസംഗിക്കുന്നവരായിരിക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ പ്രാർത്ഥിച്ചാൽ നടക്കും. പക്ഷെ അക്കരെ കിടക്കേണ്ട വാതിൽ കിട്ടുകയല്ല. എത്ര പേർക്ക് അത് മനസ്സിലായി? ഈ വചനത്തിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവൻ, ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് ദൈവമുണ്ട്. അവിടെ വാക്ക് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? വായിച്ചേ, ഇപ്പൊ വായിച്ചത്. വല്ലവരുടെ ഉപദേശം, ആരുടെ ഉപദേശം? ക്രിസ്തുവിന്റെ. സഭ കേൾക്കേണ്ട ആരുടെ ഉപദേശം? യേശുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന. എനിക്ക് ഉപദേശം എന്നെ ഉപദേശിക്കണ്ട, എനിക്കറിയാം പ്രാർത്ഥിക്കുക, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചോളാം. നീ അതിര് കടന്നു പോവാണ്. കൂട്ടായ്മയില്ല, ഇടയനോട് ബന്ധമില്ല, ഭയങ്കര പ്രാർത്ഥന, സംശയങ്ങളില്ല, ഡിസ്കഷൻസുകളില്ല, അതിര് കടക്കുന്നു എന്നർത്ഥം. നീ തെറ്റിയാൽ തന്നെ ആര് തിരുത്തും? തെറ്റില്ലെന്ന് ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഞാനിവിടെ നിന്നിട്ട്
പിന്നെ ഹിസ്റ്ററി പഠിക്കുകയാണ്. ഹിസ്റ്ററി അല്ല, ബയോളജി പഠിക്കുകയാണ്. സുവോളജി പഠിക്കണം, ബയോളജി പഠിക്കണം. ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് മൊബൈലും വെച്ചിട്ട് റീൽസ് കണ്ടിട്ട് ബയോളജി പഠിച്ച് അങ്ങനെ ഇരിക്കും. തവളയുടെ വയറ് കീറി, തവളയുടെ കാല് കീറി, ഒരു പ്രശ്നം. നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവഭയമില്ലെന്നല്ല, ദൈവമേ ഇല്ലെന്ന് എഴുതിക്കണം. ഇത് മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? ഉപദേശിക്കുമ്പോൾ ദേഷ്യം തോന്നും. ഉപദേശിക്കുമ്പോൾ നിങ്ങൾ പല വാക്കുകൾ കൊണ്ട് എതിർക്കും. എന്റെ വായ അടപ്പിക്കാൻ നോക്കും. ഇനി മിണ്ടരുതെന്ന് ഭീഷണി മുഴക്കി നോക്കും. പല രീതിയിലായിരിക്കുന്നേ ഉള്ളൂ. എതിർത്ത് നോക്കും. ഹലോ ഹലോ, ഇതെല്ലാവരും എന്നെ നോക്കിയാട്ടെ. ഞാൻ നോക്കിയപ്പോൾ മോളി ഇന്ന് വരെ കാണാത്തത് പോലെ ഭയങ്കര ഭക്തി. എന്നെ നോക്കും, എല്ലാവരും എന്നെ നോക്കിയാ. ഉപദേശിക്കും, മനസ്സിലാകുന്നുണ്ടോ? ശാസിക്കും, ചോദിക്കും. ഇന്ന് വായിച്ച വചനമേത്? ഇന്നലെ വായിച്ച വചനമേത്? ഉപവാസത്തിൽ ദൈവം എന്ത് ഇടപെട്ടു? അത് ഇടാൻ അറിയണ്ട. ഞാൻ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നത് സഭയോടാണ്. വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറയണം. നന്നാക്കാനേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ചിലതൊന്നും പുറത്ത് പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ അല്ലാതെ സഭയോട് ചേർത്താണ് ദൈവം പണിയുന്നത്. ഓരോ ശുശ്രൂഷക്കാരനോടും ദൈവത്തിന് സഭയ്ക്കകത്ത് ചെയ്യാനുള്ളൊരു കാര്യം പറയാനുണ്ടാവും. കൈമാറ്റം ചെയ്യും. ഹല്ലേലൂയ. ചുമ്മാ നമ്മൾ സൂര്യനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. സൂര്യന്റെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു. ഇത് മനസ്സിലായി ഞാൻ പറയണം. അപ്പൊ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ആരില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് ഈ ആന്റി ക്രൈസ്റ്റിന്റെ മറ്റൊരു കാര്യം പറയാം. എതിർ ക്രിസ്തുവിന്റെ മറ്റൊരു ആത്മാവ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഭിന്നത വെളിപ്പെടും. ഭിന്നത എന്ന് വെച്ചാൽ നമ്മളും സഹോദരൻ. ഇത് പുറത്തല്ല കേട്ടോ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നു. ഞാനും അജീഷ് ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ എന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. അവന് പറയാൻ റീസൺ ഉണ്ടാവും, കാര്യമുണ്ടാവും. പക്ഷെ പറഞ്ഞിരിക്കുന്നുണ്ടാവും. അവനെ കുറിച്ചൊരു ഉയർച്ചയെ കുറിച്ചൊരു ചിന്ത എനിക്കുണ്ട്. അത് അവനില്ല. മനസ്സിലായോ? അപ്പോ ഉപദേശം പലപ്പോഴും ഇതാണ് എതിർക്കുന്നത്. ഇടേന്റെ ശബ്ദം എതിർക്കുന്നുണ്ടെങ്കിൽ ആന്റി ക്രൈസ്റ്റാണ്. ദൈവവചനത്തിന്റെ ഉപദേശങ്ങളെ എല്ലാം കൈക്കൊള്ളില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്യും. 91 സങ്കീർത്തനം, 23 സങ്കീർത്തനം, 32 സങ്കീർത്തനം ഇന്നവരാ ചോദിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ യേശയ്യാവ് ഒരു 45, 30 കശാപിശ അടിയാണ്. 42 പിന്നെ അരക്കി ഓടിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ 13 വാക്യങ്ങൾക്കകത്തൊരു ശക്തമായ കൊടുവാള് കൊണ്ട് വെട്ടുകയാണ്. ഉപദേശത്തിൽ നിലനിൽക്കാത്തവൻ ആരില്ല. അപ്പൊ ക്രിസ്തീയ വചനത്തിന്റെ, യേശുവിന്റെ വചനങ്ങളെ ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോ. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഭൂതലത്തിന്റെ അറ്റങ്ങളോളം ചെന്ന് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ശിഷ്യന്മാരാക്കുന്നതിന് മുമ്പ് വേറെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. നീ ഇത് ഏത് വായിക്കുന്നു? അവസാനത്തെ വാക്യം വായിച്ചട്ടെ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട്. ഉപദേശത്തിലെ ശിഷ്യത്വം വെളിപ്പെടും. ഇല്ലാതെ ആരെങ്കിലും ശിഷ്യനാണെങ്കിൽ അത് ഡേഞ്ചറാണ്. ഒരു ഗുരുവിന്റെ കീഴിൽ ഉപദേശിക്കപ്പെട്ടില്ല എങ്കിൽ പിന്നത്തേതിന് മേഖല നിൽക്കുമ്പോൾ വീഴ്ച വലുതായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ അടിക്കാനുള്ള ചെറിയ ചെറിയ വടികളെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ അടിക്കാനുള്ള പെരുവടി കർത്താവ് വെച്ചിട്ടുണ്ട്. ഈ അടി കൊള്ളിണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളൊരു കയറ്റത്തിൽ നിൽക്കുമ്പോൾ വീഴ്ചയും ഭയങ്കരമായിരിക്കും. ആണ് ദൈവമക്കളെ, ശാസന തെറ്റല്ല. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. ഇങ്ങനെ നിങ്ങൾ ചിലർ മുഖം അടച്ച് ക്ലോസ് ചെയ്ത് കളയും. ഈ ഇടയ്ക്ക് ഒരു ദിവസം ദർശനം വിളിച്ച് പറയാം ഒരു സഹോദരനോട്, ഇല്ല എനിക്കതിന് ഇല്ല, ആ പറഞ്ഞതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, നിങ്ങൾ പറഞ്ഞതുമായിട്ട് എനിക്കിപ്പോൾ ഒരു ബന്ധവുമില്ല, ഞാൻ അങ്ങനെ അല്ല, ഞാൻ ഇലിഫ്യനായി. ദൈവം കാണിച്ചൊരു ദർശനത്തെ പറയുമ്പോൾ നമുക്കതുമായിട്ട് ബന്ധമില്ലെന്ന് പറയരുത്. ഹല്ലേലൂയ. പുറത്തുള്ളവർ പറഞ്ഞോട്ടെ, നിങ്ങൾ പറയരുത്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ എല്ലാം നിങ്ങളെ നന്നാക്കുന്നതായിരിക്കത്തില്ല. നമുക്കറിയാത്ത വഴികളിൽ കൂടി ശത്രു കയറുന്നത് കാണുവാൻ ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവിൽ നമുക്ക് തരും. ആ കാഴ്ച പറയുമ്പോൾ നീ എന്തിന്റെ ഈ പറയണമെന്ന് ചോദിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോ സഭ പണിയപ്പെടുന്ന ഒരു കാര്യം പറയാം. അപ്പോസ്തലൻ എന്തിനു വെച്ചു സഭയ്ക്കകത്ത്? എന്തിന് ദൈവസഭയ്ക്കകത്ത് ഒരു ഇടയനെ വെച്ചു? എന്തിന് ദൈവസഭയ്ക്കകത്ത് ഒരു പ്രവാചകരെ വെച്ചു? എന്തിന് ദൈവസഭയ്ക്കകത്തൊരു ഉപദേഷ്ടാവിനെ വെച്ചു? എല്ലാവരും ഉപദേഷ്ടാക്കന്മാരായിരുന്നെങ്കിൽ ഉപദേഷ്ടാവ് വേണോ? എല്ലാവരും പ്രവാചകന്മാരാണെങ്കിൽ പ്രവാചകൻ വേണോ? എല്ലാവരും അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലനായ പൗലോസിനെ അനന്യാസിന്റെ പക്കൽ എന്തിനേൽപ്പിച്ചു? 3 ദിവസം ഇവർ കേട്ട വചനത്തിന് കൈ കണക്ക് നടത്തുന്നു. 3 ദിവസം കൊണ്ട് ഉപവസിച്ചിട്ട് ദൈവമക്കളെ ഉപദേശം കൈക്കൊള്ളാതിരിക്കുക. ഞാൻ എൻ്റെ ഹൃദയം കീറിമുറിച്ച് തന്നെ പറയുന്നു. പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പറയുവാനൊക്കെയോ ചില കാര്യങ്ങളൊക്കെ മടി കാണിക്കാം. പക്ഷേ ഈ ആത്മീയ ശബ്ദമൊന്ന് കേട്ടാൽ പിന്നെ അതിനെ എതിർക്കരുത്. ശത്രുവിനെ നിങ്ങൾ കാണിക്കുന്ന ശത്രു അല്ല യഥാർത്ഥ ശത്രു. നിത്യതയിലാണ് ദുഷ്ടം കണ്ടുവയ്ക്കുന്നത്. നിത്യതയെ കളഞ്ഞവനോട് പിശാചിന് ഒരു യുദ്ധവുമില്ല. അവന്റെ സീറ്റ് അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. മക്കളെ നീ അവിടെ വന്നാൽ സീറ്റൊക്കെ അവിടെ റെഡിയാണ്. നീ എത്തിയല്ലോ, അവിടെ ഇരുന്നോ, കുറെ പേര് വരും. പക്ഷെ പോകാതെ നിൽക്കുന്നവരോട് നിശ്ചിത നഷ്ടപ്പെടുത്താൻ യുദ്ധം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഉണരുവിൻ, വചനത്തോട് പറ്റിയിരിപ്പിൻ, ഹൃദയങ്ങളെ കീറുവിൻ. അപ്പോ യേശുവിന്റെ ഉപദേശത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭൂതലത്തിന്റെ അറ്റങ്ങളോളം പോയി ഞാൻ നിങ്ങളെ കൽപ്പിച്ചതൊക്കെ എന്ത് ചെയ്യണം? പ്രമാണിക്കാൻ അവരെ ഉപദേശിക്കണം. ആ വാക്കെല്ലാവരും പറഞ്ഞില്ലേ? പ്രമാണിക്കാൻ അവരെ ഉപദേശിക്കണം. ഉപദേശം വേണ്ട? ഉപദേശിക്കുന്നവനെ ഉപദേശിച്ചെന്ന് വിളിക്കും. അടുത്ത ഉപദേശത്തിൽ നിലനിൽക്കുന്നവൻ ആരുണ്ട്? പിതാവും പുത്രനും ഉണ്ട്. ഉപദേശത്തിൽ നിലനിൽക്കാത്തവൻ ആരില്ല? പിതാവുമില്ല, പുത്രനുമില്ല. തീർന്ന വചനം. കണ്ടോ? വചനമില്ലാതെ കൊണ്ടുവരുന്നവനെ വീട്ടിൽ എന്ത് ചെയ്യരുത്? കൈക്കൊള്ളരുത്. ദൈവമായിട്ട് തന്നെ ആത്മാവിൽ വിവേചിച്ചുകൊള്ളണം. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ദൈവജനത്തെ തുച്ഛീകരിക്കുന്ന, ദൈവജനത്തെ കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നത് ഒക്കെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അവരെ കൈക്കൊള്ളരുതെന്ന് വചനം പറയും. മനസ്സിലാകുന്നുണ്ടോ? നമ്മളുടെ ഏറ്റവും ലോലമായ കാര്യങ്ങളെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്യും. ഇപ്പൊ ഒരു വീട്ടിൽ പോയി ഇതിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്, ഒരു കറുത്ത മേഘപടലത്തിന്റെ മുകളിൽ മൂടി നിൽപ്പുണ്ട്. ഇത് പോകാനായിട്ട് അത്യുഗ്രമായ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. അതിന്റെ സ്വാധീനം ശിവനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇന്നതാണെന്ന് തോന്നുന്നു. പച്ചയായിട്ടൊക്കെ വിളിച്ചു പറഞ്ഞ് പേടിപ്പിച്ച് ഊപ്പാട് വരുത്തി പിന്നെ ഇവർ വിട്ടുപോകും. പിന്നെ അവിടെ ഹോമം നടക്കുകയാണ്. മക്കളെ, വചനം എന്താണെന്ന്
ഇതൊക്കെ നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്നവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആവശ്യമില്ലാതെ പോയി കുരുങ്ങരുത്. മനസ്സിലാകുന്നുണ്ടോ? ചില നുഴഞ്ഞു കയറ്റക്കാർ കയറി വരുന്നു എന്ന് ആത്മാവ് ഇടപെടുന്നു. ചിലതിനെ മാന്തിക്കൊണ്ട് പോകുവാൻ ചില നുഴഞ്ഞു കയറ്റക്കാർ വരുന്നുണ്ട്. കർത്താവ് ഇതിനകത്ത് എന്നാ മാന്താനായി. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, വിലയുള്ളത് കൊണ്ടല്ലേ മാന്താൻ വരുന്നേ. വിലയുണ്ടല്ലോ. ആമേൻ. പെരിച്ചാഴി മാന്തിക്കൊണ്ട പോലെ പൂക്കളയും പെരിച്ചാഴി മാന്താൻ വരുമ്പോൾ അവിടെ പറ്റി പിടിച്ച് കിടന്നോണം. ഓ ദേഹത്തെയാണല്ലേ? അല്ല, എല്ലാവരും ശ്രദ്ധിച്ചോളാം. ആമേൻ. അടുത്ത വാക്യം. ഞങ്ങൾ രക്ഷപ്പെട്ടു, അത് ഗീതസഭയ്ക്കുള്ളതാണെന്ന് ഇട്ടോളൂ. അല്ല, കാരണം വീട്ടിൽ കയറ്റരുതെന്ന് ദൈവം പറഞ്ഞു. നമ്മൾ വീട്ടിൽ കയറ്റി അടുക്കള കൊണ്ടു, അടുക്കളയിൽ കൊണ്ടിട്ട് അങ്ങ് മേക്ക്. മനസ്സിലാവുണ്ടോ? നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുന്ന സ്വരങ്ങള്. സഭയ്ക്കകത്ത് സാക്ഷ്യം വേണം. മനസ്സിലാവുന്നുണ്ടോ? പായിടുന്നതിന് പോലും വേണം സാക്ഷ്യം. സഭയ്ക്ക് പുറത്ത് സാക്ഷ്യം ഉണ്ടാകണം. നമ്മുടെ പേഴ്സണൽ ജീവിതത്തിനകത്ത് സാക്ഷ്യം ഉണ്ടാകണം. സാക്ഷ്യം കിട്ട ജീവിതം ദൈവം അതിനെ പുറത്തായി കളയും. സാക്ഷി ജീവിതം ഉണ്ടാകണം. മനസ്സിലായോ? കള്ളം ചെയ്താൽ പിടിക്കും. ഞാൻ പൊട്ടണമെങ്കിലും എൻ്റെ ദൈവം ആരല്ല. എന്നെ പറ്റിക്കാം, ദൈവത്തെ പറ്റിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ദൂതൻ ഫോൺ ചെയ്ത് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പാസ്റ്റർ പൊട്ടത്തിലും പറയുന്നത് ഒരു കണക്ക് ഉണ്ടെന്നേ, അതെനിക്കും ദൈവത്തിന് മാത്രം അറിയാന്നുള്ള കാര്യം. അടുത്ത കണ്ട, കുശലം പറയാൻ പോലും എന്ത് ചെയ്യരുത്. അലിയ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ച സ്വർണ്ണമാണെന്ന് പോലും ചോദിക്കരുത്. അവരെ നിന്ന് ഒന്നും കൈതട്ടി വാങ്ങരുത്. മനസ്സിലാകുന്നുണ്ടോ? വാങ്ങിയ യോശുവ പെട്ട പാടുകണ്ടോ? മനസ്സിലായോ? അപ്പോ ദൈവവചനത്തിന് നിലനിൽക്കാത്തവരിൽ നിന്ന് എന്ത് ചെയ്യരുത്? കുശലം പറയാൻ പോലും പോകരുത്. ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ ഈ വാക്യം? ഉണ്ടോ? നിങ്ങൾ ഒരാളെ റീഡ് ചെയ്യുമ്പോൾ അയാൾ ദൈവവചനത്തിന് നിന്ദിക്കുന്നവരാണോ? വിട്ടേക്ക് ആ കൂട്ട്. വേദനയൊക്കെ തോന്നും. നമ്മളെ നിത്യതയെ കവരാൻ വിട്ട ആളാ സാത്താന്റെ ഏജന്റായി മാറും. ബി കെയർഫുൾ. അടിച്ചോണ്ട് പോകുന്നതിൻ്റെ വിലയേറിയൊരു നിധി ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. അതിന് നീ മാറോട് ചേർത്തണയ്ക്കണം, ചേർത്ത് പിടിക്കണം. താഴെ വെക്കരുത്. നിന്റെ കിരീടം ആരും എടുത്തുകൊണ്ടാതിരിപ്പാൻ സൂക്ഷി. അങ്ങനെയാണ് വചനം. പിടിച്ചുകൊള്ളുക എന്നാണ്. തെറ്റിക്കുന്നു. അടുത്ത വാക്യം വായിച്ചോ. കണ്ടോ? നമ്മൾ പോയിട്ട് കൊച്ചമണി അപ്പം പിന്നെ അവര് ഇങ്ങനെ ചോദിച്ചോണ്ട് എന്ത് ചെയ്യരുത്? ചില കള്ള വ്യാജ ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് കേൾക്കരുത്. അതുപോലെ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഇത് കഴിഞ്ഞിട്ടേ ലൈവ് പോയി, അത് അവസാനം പറയാം. ഹല്ലേലൂയ, ആമേൻ. അടുത്ത വായിച്ചേ. അപ്പൊ ഒന്ന് കുശലം പറയരുത്, വീട്ടിൽ കയറ്റരുത്. കുശലം പറഞ്ഞാൽ എന്തായിത്തീരും? അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ നമ്മൾ എന്തായിത്തീരും? അവർ ചൊല്ലുണ്ടല്ലോ, പറയാൻ വൃത്തികേടാണെന്നാലും പറയാൻ നിവൃത്തിയില്ല. ചാണകം അങ്ങനെ ഞാൻ ചുരുക്കി പറയാം, ചെറുതാക്കി പറയാം. ചാണകം ചുമന്നവനെ ഞാൻ ചുമന്നുകൊണ്ട് ആശുപത്രി പോയാൽ എങ്ങനെ ഇരിക്കും? എന്നെയും നാറും. ശരിയല്ലേ? ശരിയല്ലേ? ചിലതിനെ ചുമക്കരുത്, നാറും. ഈ ഏത് പാർട്ടിക്കാരാ? ദുഷ്പ്രവർത്തിക്കാർ. ഈ പറഞ്ഞ ഉപദേശം കൈക്കൊള്ളാത്തവനെ എന്ത് ചെയ്യരുത്? ചുമക്കരുത്. അത് നന്നാവില്ല. അത് നന്നാവുകയല്ല, ശപിക്കുകയല്ല, നന്നാവൂല. നന്നാവുന്നതിനെ കണ്ടാൽ അറിയാം, അവൻ വളരും. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം വലിച്ചെടുത്ത് അടുത്ത് ഇലയിടും, പുഷ്പിക്കും. മറ്റതോ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇതെന്തോ വെള്ളം, കഞ്ഞിവെള്ളം ഒഴിച്ചിരിക്കുന്നു, കഞ്ഞിവെള്ളം. വളവെള്ളം എവിടെ? വളവെള്ളം ഒഴിച്ചാലോ വളവെള്ളം ഒഴിച്ചിരിക്കുന്നു എന്ന് പറയും. വളരെയല്ല, ഫലം കായ്ക്കില്ല. അങ്ങനെയുള്ളവർ നീക്കാനാ സഭയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കതിനുള്ള ത്രാണിയൊന്നുമില്ല. കർത്താവ് തന്നെ അങ്ങനെ. കർത്താവ് നീക്കിയ ഒരു ശല്യവും മറ്റേത് എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് കുലുക്കിക്കൊണ്ട് പോകാൻ ഒരു തുണെങ്കിലും തള്ളിയിട്ടിട്ട് പോയിക്കൊള്ളാം. പക്ഷെ കാരിരുമ്പിന്റെ ശക്തിയോടുകൂടെ ദൈവം തന്റെ പ്രവൃത്തിയും അയച്ചു മുന്നോട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ.
ഓരോരുത്തരെയും ഏൽപ്പിച്ച ജോലികൾ വിശ്വസ്തയോടെ ചെയ്യുക. ആമേൻ. അടുത്ത് ഒരു വാക്യം കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. തീർന്നു. വായിച്ചു. ഒരുപാടൊന്നും എഴുതിയിട്ടുള്ള കാര്യം 13 വാക്യമാണ് പറഞ്ഞത്. ഇതിൽ 1-2 വാക്യമൊക്കെ വളരെ സ്ട്രോങ് ആണ്. ഇതുണ്ടോ ഒരു ലേഖനത്തിന്റെ ശക്തി കണ്ടോ ദൈവം? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പറഞ്ഞു തുടങ്ങിയത് ഇവിടുന്നാണ്. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ ശക്തിപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കുറിച്ചൊരു ഭീതി പരക്കും. നിങ്ങൾ വരുമ്പോൾ ഈ ശമൂൽ പ്രവാചകൻ വരുമെന്ന് പറയുമ്പോഴൊക്കെ അവിടെ കിട്ടുകിട്ട എന്താ ഇറക്കാൻ പോണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ വരാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നാണ് എല്ലാവരും പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നോക്കി മുഖത്ത് നോക്കി ദൂത് പറയും. അല്പം മുമ്പ് വിളിച്ച് ചെയ്ത കാര്യം കുറിച്ച് പറഞ്ഞു. ചില പ്രവാചകന്മാർ പാടില്ലേ, ഇന്നാലോ തോമസ് കുട്ടിയാണോ, ഇന്ന് മറ്റേ ആ വണ്ണമുള്ള പാസ്റ്ററാണ്, മറ്റേ ദേവുമാർ പാസ്റ്ററാണ്, മറ്റേ ഇന്ന ആളാണ്. വെറുതെ എന്തിനുകൊണ്ട് ചിലക്ക് ഇതൊരു വിഷയമേ അല്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നു നിങ്ങളെ കുറിച്ചൊരു ഭീതി. അത് വേഗത്തിൽ വായിച്ചങ്ങ് നിർത്താം. യോശുവ 2-ാം അധ്യായം, യോശുവയുടെ പുസ്തകം. യോശുവയിൽ കുറെ കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഒന്നും പറഞ്ഞു തീർക്കാൻ തന്നെയില്ല. 2-ന്റെ എല്ലാം വേണ്ട. 2-ന്റെ വായിക്കും. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചത് കണ്ടോ? വെള്ളം വറ്റിച്ചത്, ചെങ്കടലിലെ പിളർത്ത് മാറ്റിയതാണ്. ഇവരിത് കേട്ടൊക്കെ അതിശയിച്ചു. വറ്റിച്ചെന്നായിക്കോ അവിടെ ഈ ദൈവത്തെ കുറിച്ചുള്ള വാർത്ത പോണുണ്ടോ? ഇവരിങ്ങിരുന്ന് കേട്ടപ്പോ ചെങ്കടലൻ വറ്റിപ്പോയത്. കർത്താവ് 2 സൈഡിൽ പിളർത്തി നിർത്തിയെന്നല്ലേ പറയുന്നത്. വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തത് ഞങ്ങൾ കേട്ടു. നിങ്ങൾ അവരോട് ചെയ്തത് ഞങ്ങൾ കേട്ടു. അടുത്ത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയത്. കണ്ടോ? ഈ എരിഹോ പട്ടണം പിടിച്ചടക്കുന്നതിന് മുമ്പ് അവിടെ ചെല്ലുമ്പോ ഈ പെണ്ണുങ്ങളുടെ ഒരു ക്വാളിറ്റി ഉണ്ടോ? സെബലിന്റെ കാര്യം പോട്ടെ, ഈകളിന്റെ കാര്യം പോട്ടെ, ഇവളുടെ കാര്യം കണ്ടോ? അവൾ വേശ്യാണെങ്കിൽ മറ്റേ മറിയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ഇവർ വരുന്നത് കണ്ടിട്ട് ഇവൾക്ക് അവരിൽ ദൈവമുണ്ട് എന്നൊരു ഭയമുണ്ടായി. അവർ ദൈവ മക്കളാണെന്നൊരു ഭയമുണ്ടായി. അവൾ തന്നെ രക്ഷിക്കേണ്ടതിന് അവരെ സഹായിക്കാൻ അഭയം ചൊല്ലി. ഹല്ലേലൂയ. അവൾ കേട്ടതിനെ വിശ്വസിച്ചു. ഇവർ അടുത്ത നിമിഷം ഈ പട്ടണം തകർക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്ക് ഈ ഞാൻ എവിടെ നിന്ന് കിട്ടി? ഇപ്പോഴും കിളിവാതിൽ കൂടി ദൂരദർശനി വെച്ച് ചിലർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാ? ഈ എരിഹോ പട്ടണത്തിന്റെ കാവൽക്കാരൊക്കെ എഴുതിച്ചോണ്ടിരിക്കുവാണ്. കിളിവാതിൽ കൂടി ആരെങ്കിലും വരുന്നുണ്ടോ? മറ്റൊരു അടി കൂടെ അകത്ത് ഇവിടെ ഇതിന്റെ അടിയിൽ വീട്ടിൽ പോയി രാഹാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് 2 പേര്. പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന് ശത്രു ഇങ്ങനെ നോക്കും. ദൈവം മനസ്സിലായോ? അമ്മേ, അതിനെ കുറിച്ചൊരു ഭീതി ഉണ്ടായി. അടുത്ത് ഉണ്ടായിരുന്ന ധൈര്യം കൂടെ എന്ത് ചെയ്തു? സഭയെ കുറിച്ച് ദേശത്തൊരു ഭീതി പരക്കും. ചീഞ്ഞളിഞ്ഞ സാക്ഷികൾ വരെ, ചീഞ്ഞളിഞ്ഞ സാക്ഷികൾ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളെ കുറിച്ച് വീട്ടിനകത്ത് നിങ്ങൾ വചനം വിട്ട് മാറാതിരുന്ന് നോക്കും. നിങ്ങളുടെ ഭർത്താവും ഭാര്യയും ഒന്നും നിങ്ങളെ കുറിച്ച് മോശം പറയില്ല. 5 ദിവസം പറയും, 6ത് പനിച്ച് നിരി കിടക്കും, നീ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാവും. പിന്നെ പറയാൻ പേടിച്ച് മാറിക്കളെ. അടി വരും, എനിക്ക് വയറിളക്കം വരുമെന്ന് മാറും. ശക്തിപ്പെട്. ഈ മിഞ്ഞൊക്കെ വിട്ടിട്ടൊന്ന് ബലപ്പെട്. നിങ്ങളെ കുറിച്ചൊരു കാറ്റങ്ങാകത്തോട്ട് കയറട്ടെ. മനസ്സിലാകുന്നുണ്ടോ? വാളെടുത്തോണ്ട് വരുന്നവരില്ല. ഇത് ഞാനിവിടെ തേങ്ങ കൂടാൻ വന്നേണെന്ന് പറഞ്ഞിട്ട് കൊണ്ടങ്ങ് പോകും. നിക്കത്തില്ല ദൈവമക്കളെ. മനസ്സിലാകുന്നുണ്ടോ? പൗലോസ് പ്രാർത്ഥിക്കുന്നവനെ കണ്ട് ഭയപ്പെട്ടു. ദാനിയേൽ സിംഹക്കൂട്ടിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെന്ന് കണ്ടിട്ടാണ്. ശദ്രക്കും മേശക്കും അബേദ്നേഗോവും. ഹല്ലേലൂയ. ഉണ്ടോ? ലോത്തിനെ കുറിച്ച് പറയുന്നു നീതിമാൻ. പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയത് ദേശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നുണ്ട്.
അവിടെ ഇരിക്കുമ്പോഴും പുക മുങ്ങണുണ്ട്. ഓ ഇല്ല, മുന്തിരിത്തോട്ടം അതാ കത്തി. ഇങ്ങനെ ചില നോട്ടം കിടങ്ങ് വിട്ട് കളയാനാണ്. ചിലത് കത്തുന്നത് നല്ലതാണ്, നല്ലത് മുളയ്ക്കാൻ ചിലത് കത്തിപ്പോകും. ഹല്ലേലൂയ. പരമത്തിന് മഹത്വം കൊടുക്കുക. ഞാനായിട്ടല്ല, എന്റെ ദൈവത്താൽ ദൈവം എന്നെ സമ്പന്നനാക്കി, ദൈവം എന്ന സമ്പത്തിന്റെ മേലുണ്ട് എന്ന് വിശ്വസിപ്പേ. ഹല്ലേലൂയ. വായിച്ചേ. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ നീരെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകും. കണ്ടോ, ഈ വന്നവർക്കൊരു ബോധ്യം കൊടുക്കാൻ, ക്ലാസ് കൊടുക്കാൻ. ഇവർക്കേ ഉറപ്പില്ലാതെയാണ് വരുന്നത്. ഒറ്റുനോക്കാൻ വന്നവരാ. അവരെ മുമ്പിലെടുത്തി ആര് ക്ലാസ് കൊടുത്തു? രാഹാബ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പ്രാർത്ഥന അവിടെ കേൾക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥന അവിടെ കേൾക്കുമായിരുന്നു. ഇപ്പോൾ പാട്ട് പാടുന്നതൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇത് നോക്കി ചോദിക്കുന്ന ജാതികളെ ദൈവം അവിടെ നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇന്ന് ആരാധനയില്ലേ? ഇന്ന് ഉണ്ടായിരുന്നല്ലോ, കേൾക്കുന്നല്ലേ. എനിക്ക് ജാള്യത തോന്നിയിട്ട് ഇന്നും ആരാധന വെച്ച് ആരും വരത്തില്ല എന്ന് ഞാൻ പറയും. അല്ല, വീട്ടിനകത്ത് സന്ധ്യാപ്രാർത്ഥനകളൊക്കെ പാടി സ്തുതിക്കണം. നിങ്ങൾ കൈകൊട്ടി പാടുമ്പോൾ, ഈ ഇടയ്ക്ക് ഒരു വീട്ടിൽ പോയപ്പോൾ പ്രാർത്ഥിക്കാൻ പോകും, ഉപവാസം പോകും. അപ്പോൾ അവിടുത്തെ കുടുംബനാഥ വന്നിട്ട് പ്രശ്നമാണ്. ഞാൻ കൊടുത്ത മറുപടി എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ഊഹമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ആദ്യം തന്നെ അടയ്ക്കുമോ ദൈവത്തിന്റെ വാതിലുകളെ? നിങ്ങൾ ദൈവം പ്രവർത്തിക്കും. വ്യാജം നമ്മൾ മാറിപ്പോട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. സഭയ്ക്കൊരു സന്ദേശം തന്നുകൊണ്ട് നിർത്തുവാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന്റെ മുഖം നോക്കിയാകട്ടെ. മനുഷ്യരെ ഭയപ്പെടരുത്, തങ്സിൽ പ്രാർത്ഥിക്കാൻ ഭയപ്പെടരുത്. നിർത്തണമെന്ന് പറഞ്ഞാലും ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പറഞ്ഞു, പന്നി തിരിച്ച് തെറി വിളിക്കുവാണോ എന്നൊക്കെ ചോദിച്ചാൽ വന്നേക്കാം. പിന്നെ കുറച്ച് പേടി വരും. മന്ത്രം പറയുകയാണെന്ന്, ഇത് മന്ത്രവാദിയാണെന്ന്, പിന്നെ മന്ത്രവാദി എന്നൊക്കെ പറഞ്ഞു, മന്ത്രവാദിയാണെന്നൊക്കെ പറഞ്ഞു. ഒരു മന്ത്രവും ദൈവത്തിന്റെ വാള് കയറി അങ്ങ് വീശും. മനസ്സിലാകുന്നുണ്ടോ? ഒന്നിരത് അടങ്ങും, അല്ലെങ്കിൽ അത് ഒടുങ്ങും. പക്ഷെ ദൈവം നമ്മളെ ഇപ്പുറത്തൂടെ കർത്താവെ രക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒടുങ്ങൂല, മടങ്ങും. അങ്ങനെ മടങ്ങാതെ നിന്ന് എത്ര മുഴങ്കാലുകൾ ദൈവം മടക്കിയിട്ടുണ്ടെന്ന് ഭയപ്പെടേണ്ട. നിങ്ങളുടെ വീടിനകത്തെ പ്രാർത്ഥനകൾ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചില്ലെങ്കിൽ കാറ്റ് പോയത് ഒന്നുമില്ല, വെള്ളമില്ലാത്ത മേഘമായി തീരും. വചനവായനയും പ്രാർത്ഥനയിലും ഞാൻ 2 ദിവസം വചനം വായിച്ചിട്ടുണ്ട്, 1 ദിവസം വചനം വായിച്ചിട്ടുണ്ട്. സത്യം ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. പക്ഷെ ഇത് നിരന്തരം ഞാൻ വായിക്കാതിരുന്നാലോ പിന്നെ ഇടപെടില്ല. മനസ്സിലായോ? എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് പറയും, ദൈവം തൊട്ട വചനം ഏതൊന്നും ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? എനിക്ക് ചുമ്മാ നിങ്ങളെ ഈ പാസ്റ്റർ ഒരു പ്രത്യേക പാസ്റ്ററാണെന്ന് പേര് വെക്കാൻ വേണ്ടിയിട്ടല്ല. പലരുടെ വിചാരിച്ചു എത്ര സഭകളിൽ പോയിട്ട് വചനം ചോദിക്കുമ്പോണ്ടല്ലോ, അതുവരെ കയ്യടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നവരെല്ലാം ഏത് വചനമാണ് നിങ്ങളെ തൊട്ട്? തൊട്ട വചനം ഏതാ? സത്യം. ഹല്ലേലൂയ. അതിശയിച്ചു പോകും. ഇത് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചതല്ലത്. നിങ്ങൾ വായിച്ചതിന് തൊട്ടുവോ? ഒരു വചനം നിന്നെ തൊട്ടോ? നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചത്തേക്കെങ്കിലും തൊട്ടോ, വേണ്ട 1 നിമിഷത്തേക്ക് തൊട്ടോ. തൊട്ടതിനെ സ്വീകരിച്ചാൽ നീ അത് മറക്കില്ല നിശ്ചയം. അതുകൊണ്ടാണ് ഞാൻ നൊസ്റ്റാൾജിയയിൽ ഒന്ന് കറക്കി അടിച്ച് പിടിച്ചത്. മറ്റേ അവിടെ പോയപ്പോ പറഞ്ഞത് കണ്ടോ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പക്ഷെ ഇന്നലത്തെ വചനം ചോദിച്ചാൽ 3 മിനിറ്റ് ആലോചിക്കണം. ഏത് വചനമായിരുന്നു? അല്ല, അത് ഇന്നലത്തെ. നമ്മളെ പഴയ വചനമൊക്കെ മറക്കാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? സ്നാനപ്പെട്ട എവിടെ എത്തും? അങ്ങോട്ട് മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് ബാക്കി പരിപാടിയായിട്ട് നടക്കണം. സ്നാനപ്പെട്ടല്ലോ, ഇനി അക്കരെ എത്തില്ല മോനെ. അടുത്ത വചനം പിടിക്കേ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് സന്ദേശമായി പറയുന്നു, ഈ നാളുകളിൽ സഭ ഉണർന്ന് പ്രാർത്ഥിക്കണം. എന്തിനു പ്രാർത്ഥിക്കണം ചോദിക്കണ്ട. അവനവൻ ആത്മീക വർധനവും അഭിവൃദ്ധിയും പ്രാപിക്കട്ടെ. അപ്പോൾ സഭ വളരും, സുവിശേഷം നടക്കും. ഹല്ലേലൂയ. ആമേൻ.